ഈ ആർക്കിടൈപ്പുകൾക്ക് നമ്മളെ ഭയങ്കരമായി ഇമോഷൻസിനെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വഴി ചേഞ്ച് ആവുന്നതിലൂടെ നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യിക്കുന്ന ഒരു പാർട്ടിയും നമ്മുടെ ശത്രു വന്ന് ചായ കുടിച്ചിട്ട് പോയാൽ മതി, നമ്മുടെ മെമ്മറിയിൽ അയാൾ നമ്മളെ ഇൻസൾട്ട് ചെയ്തും ഉപദ്രവിച്ചതുമായ എല്ലാ ഓർമ്മകളും വന്ന് നമ്മുടെ മൂഡ് ചേഞ്ച് ആവുന്നു, ഇമോഷൻ കംപ്ലീറ്റ്ലി മാറും. ഹാപ്പി ആയിട്ടിരുന്ന നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ നമ്മുടെ കയ്യിലാണ്, നമ്മുടെ ആർക്കിടൈപ്പുകളുടെ കയ്യിലല്ലേ, 5 സെൻസിൽ കൂടെ നമുക്ക് കിട്ടിയ ഓർമ്മകളുടെ കയ്യിലല്ലേ. അപ്പോൾ എത്രമാത്രം നമ്മൾ ഉള്ളിലേക്ക് വരുന്ന ആർക്കിടൈപ്പുകൾ ശ്രദ്ധിക്കണം എന്നുള്ള ആൾക്കും. അപ്പോൾ ആർക്കിടൈപ്പുകളെ എല്ലാം പോസിറ്റീവാക്കി മാറ്റിക്കൊണ്ടിരിക്കണം. പുതിയത് പോസിറ്റീവായിട്ടുള്ളതിനെ കയറ്റാവും, കയറിയതിനെ പോസിറ്റീവാക്കി മാറ്റണം. ഇപ്പം എന്നെ ഒരുപാട് ഇൻസൾട്ട് ചെയ്ത ഒരാളുണ്ടായിരുന്നു. അയാളാണ് ഞാൻ സൈക്കോളജി എടുക്കാൻ കാരണം. ഫേസ്ബുക്ക് തുടങ്ങിയ സമയത്താണ് ഞാൻ വന്നിട്ട് ഒരു കമൻറ്റ് ചെയ്തു. ആൾക്കാരൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, ഇതിനകത്ത് വന്ന് ഒരുപാട് പേർക്ക് പ്രയാണം, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടാൽ കള്ളന്മാരൊക്കെ വന്ന് എന്തെല്ലാം പറയുന്നു. അപ്പോഴാണ് ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ഇങ്ങനെ സംഭവം മനസ്സിലായി. അപ്പം ഞാൻ വന്നിട്ട് സൈക്കോളജിക്കൽ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് യോഗ്യത സൈക്കോളജി പറയാൻ? നിങ്ങൾ BA മലയാളമെന്ന് എനിക്കറിയാം. നമ്മളൊരു പരിചയക്കാരനാണ്. അതുപോലെ ഇൻസൾട്ട് ചെയ്തു അതിനകത്ത്. അതുപോലെ എല്ലാവരും കാണുന്ന സംഭവമല്ലേ, ഒരു മര്യാദ കണ്ടേ. അതൊരു ട്രോമ പോലെ ഭയങ്കര ഫീൽ ചെയ്തു. നമ്മൾ അത്രയും കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി പറഞ്ഞിട്ട് അയാൾ നമ്മളോട് പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് ഭയങ്കര ഫീൽ ചെയ്തു. അന്ന് ആലോചിച്ച് ഞാൻ സൈക്കോളജി എടുക്കും. സൈക്കോളജി പഠിച്ചിട്ട് വന്ന് സംസാരിക്കുന്നു എൻ്റെ അടുക്ക് എന്നവിടെ കുറിച്ച്. അപ്പോൾ അത് കമ്മിറ്റ്മെൻ്റായി. നമ്മൾ പറഞ്ഞു പോയില്ലേ, വെല്ലുവിളിക്കുമ്പോൾ ആലോചിച്ച് വെല്ലുവിളിക്കാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇത് പഠിക്കണ്ടായി. പിന്നെ നമ്മൾ നോക്കിയപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിക്കണം. അപ്പോൾ ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റി ഉണ്ട്, അവിടെ ഉണ്ട്. അങ്ങനെ പോയി പഠിച്ച് ഇപ്പോൾ PhD എഴുതുന്നു. ഇന്ന് അയാളോടാണ് ഏറ്റവും നന്ദി പറയുന്നത്. പക്ഷെ ആ ട്രോമ ആലോചിച്ച് നമുക്ക് പ്രയാസമായി. പക്ഷെ നമ്മൾ ഇതിങ്ങനെ ആലോചിച്ചാൽ അയാൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ പഠിച്ചതെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ആളിനെ നമ്മുടെ മനസ്സിൽ പോസിറ്റീവായി. അപ്പോൾ ഞാൻ അയാൾക്കൊരു താങ്ക്സ് പറഞ്ഞിട്ടൊരു മെസ്സേജൊക്കെ ഇട്ടു. അതൊരിക്കലും അയാളെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടല്ല. സാധാരണ അത് ഇൻസൾട്ട് ചെയ്തുകൊണ്ട് ഇടാനാണ് നമുക്ക് തോന്നുക. കണ്ടോ നീ പറഞ്ഞ ഇങ്ങനെയാണ്. അങ്ങനെയല്ല, വളരെ ആത്മാർത്ഥമായിട്ട് ഒരു നന്ദി പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിൽ അത് ട്രോമയല്ല. പിന്നെ അയാളെ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്, ഹെൽപ്പ്, താങ്ക്സ് ആണ് ഫീൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞ കൂട്ടി നമ്മളുടെ ഉള്ളിലുള്ള ട്രോമാസിനെ നമ്മൾ മാറ്റണം. നമ്മുടെ ഉള്ളിലുള്ള ട്രോമാസിനെ നമ്മൾ മാറ്റണം. പുതിയ ട്രോമാസ് വരുമ്പോൾ അപ്പം തന്നെ ഇതുപോലെ പോസിറ്റീവായിട്ട് അതങ്ങ് മാറ്റിക്കോളും. അപ്പം നമ്മൾ ഈ ഉപബോധ മനസ്സിൽ നമ്മുടെ ഫ്രീക്വൻസി ഡൗൺ ആയിരിക്കത്തില്ല. കുറേ ട്രോമാസിൻ്റെ ആർക്കിടൈപ്സ് ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഡൗൺ ആയിട്ട് അഡ്രിനാലിനായിരിക്കും ബ്രെയിനിൽ. അപ്പോൾ നെഗറ്റീവ് ഓർമ്മകളിലേക്ക് കൂടുതൽ ട്രിഗർ ചെയ്ത് ആ ഡേറ്റ ആയിരിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ശല്യമുണ്ട്, എത്ര ആയാലും രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഉപാസന ചെയ്താലൊന്നും നമുക്ക് പറ്റുന്നില്ല. കാരണം അത്രയും ട്രോമ ഉള്ളിൽ കിടക്കുക, അതിൽ ട്യൂണ്ടാണ്. യു ക്യാൻ നോട്ട് ബി ക്രിയേറ്റീവ്. ഇത് ക്രിയേറ്റീവ് ആകാൻ പറ്റത്തില്ല. നമ്മൾ തീരുമാനമെടുത്ത ഒരു തെറാപ്പിയും വേണ്ട. ഏതെങ്കിലും ലോകത്ത് ഒരു മൃഗം ചെന്നിട്ട് വേറൊരു മൃഗത്തിൻ്റെ ഒക്കെ തന്നെ പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് പ്രശ്നമുണ്ടോ നോക്കി, എൻ്റെ മുഖത്തേ നോക്കിയ മനുഷ്യത്താഴി പറയുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കി എന്ന് പറയുന്നത് ഒരു ഡോക്ടറെ കാണാൻ അല്ലെങ്കിൽ ഒരു വേറൊരു മൃഗത്തിൻ്റെ ഇടയ്ക്ക് ചെന്ന് വേറൊരു പട്ടിയുടെ നോക്കി എൻ്റെ പ്രശ്നമാണ് പരിഹരിച്ചാൽ എന്ന് പ്രപഞ്ചത്തിലൊരു മൃഗവും പറയുന്നില്ല. കാരണം എല്ലാ മൃഗങ്ങളെയും ആ കഴിവ് വെച്ചാണ് ഇട്ടിരിക്കുന്നത്. അതിനകത്ത് ഏക കുഴപ്പമുള്ള കള്ളം പറയുന്ന ഏക ജീവി പ്രപഞ്ചത്തിൽ ഒന്നേ ഉള്ളൂ. ആ കള്ളത്തരം കൊണ്ടാണ് അതിന് മനസ്സിലാക്കാൻ പറ്റാതെ വരുന്നത്. സത്യസന്ധത ഒരു പ്രാവശ്യം 2 പ്രാവശ്യം മനസാക്ഷി പറയും ഇത് ശരിയല്ല. ഒരു പ്രാവശ്യം പറഞ്ഞു ശരിയല്ല അല്ലേ, പക്ഷെ എനിക്കത് വേണം, അത് പല്ലോൻ്റെ സാധനമാണ്, അത് ശരിയല്ല, അത് കിട്ടിയാൽ കൊള്ളാൻ, എനിക്കത് വേണം, കഷ്ടമുണ്ട്, അത് ധർമ്മമല്ല, എന്നാലും അത് വേണം. ഉറപ്പിച്ചോ? എന്നാൽ പിന്നെ ശരി. പിന്നെ അതിനു വേണ്ടി പ്രപഞ്ചം നമ്മുടെ കൂടെ നിൽക്കും. പ്രശ്നം ഒരു കുറച്ചുനാൾ കഴിച്ചിട്ട് ഇതിൻ്റെ കർമ്മഫലം 8ന്റെ പണിയായിട്ട് കിട്ടും.
അന്നേരം കിടന്ന് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പം മനസ്സാക്ഷി നമ്മളോട് ഒരു പ്രാവശ്യം അല്ല 2 പ്രാവശ്യം പറയും. അന്നേരം വേണമെങ്കിൽ മനസ്സിലാക്കി രക്ഷപ്പെട്ടോ. അപ്പം ധർമ്മം ഒരു പ്രാവശ്യം ചാരം മൂടിയാൽ പിന്നെ അത് തെളിഞ്ഞു വരില്ല. ധർമ്മബോധം അടിയിലുള്ള സത്യസന്ധതയിൽ നിന്നേ ഉണ്ടാവും, അവനവനോടുള്ള സത്യസന്ധത. അഘോരി, ദ സീക്രട്ട് ഓഫ് ടൈം ആൻഡ് ക്രൈം. അകലെ താഴെ ഹിമാലയ മലഞ്ചെരുവിലെ പാതയോരത്ത് ത്രയംബക മഹാരാജ് ബാബ മറ്റു 2 പേരോടൊപ്പം മൃതദേഹത്തിനരികിൽ നിൽക്കുന്നു. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരു കാൽ മൃതശരീരത്തിലില്ല. ബാബ മറ്റേ കാലിലെ മാംസം വലിയൊരു കത്തി കൊണ്ട് മുറിച്ചെടുത്ത് ഒരു ശിഷ്യന്റെ കയ്യിലെ തലയൊട്ടിയിലേക്കിട്ടു. അഘോരം, അത് നമ്മിലെ കുഞ്ഞിന്റെ നിഷ്കളങ്കതയിലേക്കുള്ള തിരിച്ചുപോക്കാണ്. അതെ, അതിനിഗൂഢമായ എന്തോ ഒന്ന്. അതാണ് നമ്മെ അഘോരി എന്ന ശ്രീധരൻ നമ്പൂതിരി എഴുതിയ നോവലിലേക്ക് വലിച്ചടുപ്പിക്കുന്നത്. ആ സ്ത്രീയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആഭിചാരം. ഒരു അമ്പലത്തിൽ പോയപ്പോൾ ചോദിക്കുകയും പറയുകയും ചെയ്യാതെ അവിടുത്തെ പൂജാരി വന്നിട്ട് ഒരു ചരട് കെട്ടിക്കൊടുത്തു. വേണ്ടാന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് കെട്ടിക്കൊടുത്തു. അന്നു മുതൽ ഇവർക്ക് ഇരിക്കാനും കിടക്കാനും നിൽക്കാനും വയ്യ. ഇയാളുടെ മുഖമാണ് മൈൻഡിൽ വരുന്നത്. വശ്യം ചെയ്താണ്. ഇയാളെ കാണാതിരിക്കാൻ വയ്യ. പക്ഷെ ഇയാളെ കാണാനൊന്നും കൊള്ളത്തൊന്നുമില്ല. ആള് സ്വഭാവം ശരിയല്ലെന്ന് നാട്ടിൽ മുഴുവൻ അറിയാം. ആഭിചാരമൊക്കെ ഉള്ള ആളാണ്, ഇതൊക്കെ അറിയാം. അബദ്ധത്തിൽ പെട്ടുപോയതാണ്. ഇയാളെ ഇഷ്ടമല്ല, പക്ഷെ അയാളെ കാണാതിരിക്കാൻ വയ്യ. എന്നാൽ ഭർത്താവും മക്കളുമായിട്ടൊക്കെ നല്ല സ്നേഹവുമാണ്. നിൽക്കാനും നടക്കാനും ഇരിക്കാനും വയ്യ. ആത്മഹത്യ ചെയ്യാൻ ഗുളിക കൈ കൊണ്ടാണ് വന്നിരിക്കുന്നത്. എപ്പോൾ ചെയ്യുന്നതില്ല, ആ കൊച്ചു കുഞ്ഞിനെയും കൊന്നിട്ട് തീരണം. അതാണ് അവരുടെ ഉദ്ദേശം. അത് 2 ദിവസത്തിനുള്ളിൽ ചെയ്യും. അതിന് മുമ്പ് ലാസ്റ്റിൽ നമ്മളെ കാണാൻ വന്ന ഒരു ചാൻസും കൂടെ ഉണ്ടോ നോക്കിയിട്ട് ചെയ്യാനായിട്ട് വന്നതാണ്, സീരിയസ് ആയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് സംസാരിച്ചു നോക്കിയപ്പോൾ ആഭിചാരമാണെന്ന് വ്യക്തമാണല്ലോ. അവർ തന്നെ പറയുന്നുണ്ട്. നമ്മൾ പ്രശ്നം വെച്ച് കണ്ടു. അതുകൂടാതെ ആഭിചാരമാണെന്ന് അവർ തന്നെ പറഞ്ഞു. എല്ലാ ബാധാലക്ഷണങ്ങളും ഉണ്ട്. വയറിന് പ്രശ്നം, ഷോൾഡർ പെയിൻ, തലവേദന, ഉറക്കമില്ല, നെഞ്ചിന് വേദന, വയറിന് പ്രശ്നം, ഷോൾഡർ പെയിൻ ഇങ്ങനെ മാറി വരിക, തളർച്ച, ആളുകൾ അങ്ങനെ പോവുക, ടെൻഷൻ, എപ്പോഴും അകാരണ ഭയം, നെഞ്ചിരിപ്പ് ഇങ്ങനെ കൂടി നിൽക്കും. ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ബാധകളുള്ളവരുടെ കോമൺ സിംറ്റംസ് ചോദിച്ചപ്പോൾ അതെല്ലാം ഉണ്ട്. അപ്പോൾ ഇത് ഉറപ്പിക്കാം. ECG ഇങ്ങനെ എടുക്കുക, ഡോക്ടർമാരെ കണ്ട്. ഇതൊക്കെ ഇവരുടെ കോമൺ സിംറ്റംസ് ആണ്. ECG, പാനിക് അറ്റാക്ക് വരിക. അപ്പൊ ഇതൊന്നും അലോപ്പതി അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. കാരണം അവർക്ക് അറിയത്തില്ല. ഗുളിക കൊടുത്ത് പലപ്പോഴും പോകുമ്പോൾ കൂടുതൽ പ്രശ്നമാവുന്നതിന്റെ കാര്യം അവർ ഒരു പേരങ്ങ് ഇടും ഈ അസുഖത്തിന്, സൈക്യാട്രിസ്റ്റ്. അപ്പൊ പേരുള്ളപ്പോൾ ഇതാണെന്ന് ഉറപ്പിച്ചു, ഗുളിക കൊണ്ട് മാറണ്ടാന്ന് ഉറപ്പിച്ചു. പക്ഷെ ഇത് ഗുളിക കൊണ്ട് മാറണ്ടല്ല. അപ്പം എനർജി ലെവലിലാണ് നിൽക്കുന്നത്. അപ്പൊ ഫിസിക്കൽ ബോഡിയിലുള്ള ഈ മരുന്ന് കഴിച്ച് ഇങ്ങനെ പോകും. വിഷമം ഭയങ്കര മന്ദിച്ചിരിക്കും. ഈ ഗുളിക കഴിക്കുമ്പോൾ ഒന്ന് മന്ദിച്ച് ഉറങ്ങുമ്പോൾ കുഴപ്പമില്ലല്ലോ, ആരും ഒന്നും അറിയുന്നില്ലല്ലോ. അതിനൊന്നും ആർത്തുമില്ല. ഇങ്ങനെ കൊണ്ടുവന്ന് വലിയ കുഴപ്പങ്ങളിലേക്ക് പോകും. ആത്മഹത്യ അവർ ചെയ്യുന്നത് അത് കൂടുതൽ കുഴപ്പമാണ്. ഒരു പേര് ഇതിന് കിട്ടിക്കഴിഞ്ഞാൽ സർവത്ര കുഴപ്പമാണ്. ഈ ജന്മം നമ്മൾ രക്ഷപ്പെടുകയില്ല. ബാധയാണെന്ന് ഒഴിഞ്ഞു മാറ്റിയാൽ മാറുന്ന കാര്യമുള്ളൂ. അപ്പൊ ഈ സ്ത്രീയുടെയൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. സൈക്കോളജിക്കലി എന്തുകൊണ്ടാണ് ഇതിന് ഭീകരമാകുന്നത്? നമുക്ക് പഞ്ചകോശ ശുദ്ധി പ്രകാരമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഫിസിക്കൽ ബോഡി, എനർജി ബോഡി, നോളജ് ബോഡി, ബ്ലിസ് ബോഡി, 5 കോശങ്ങളുണ്ട്. 5ലെയും നെഗറ്റീവ് കളയണം. ഫിസിക്കൽ ബോഡിയിലെ കുഴപ്പമൊന്നുമില്ല, അത് വരുന്നേ ഉള്ളൂ, വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. സ്കിൻ പ്രോബ്ലം ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാധയുള്ളവർക്ക് കോമണാണ്. പ്രശ്നം വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും പ്രാണമയ കോശത്തിലെ ബാധകളെയൊക്കെ കണ്ടുപിടിച്ചു. അതെല്ലാം കറക്റ്റായിരുന്നു. ചോദിച്ചപ്പോൾ അതെല്ലാം ഉണ്ട്. ആ പ്രശ്നങ്ങൾ, ആ ബാധകളുടെ വിഷയങ്ങളൊക്കെ, ഇന്നാരും മരിച്ചുപോയി, അതുണ്ട്, ഇതെല്ലാം ഉണ്ട്. അത് ആവാഹിച്ച് നമ്മൾ കുഴിഞ്ഞു മാറ്റാന്ന് പറഞ്ഞു. മനോമയത്തിൽ എന്തുകൊണ്ടാണ് ഇത് ഇത്രയും ഭീകരമാവുന്നതെന്ന് അറിയണം. നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് അറിയണ്ടേ? എന്നെങ്കിലേ അത് പരിഹരിക്കാൻ പറ്റത്തുള്ളൂ. മനോമയത്തിനെ കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കണം. ആഴത്തിൽ സംസാരിക്കാവോ? സംസാരിക്കാം. തെറ്റിദ്ധരിക്കൂ? ഇല്ല. എന്തും സംസാരിക്കാവോ? സംസാരിക്കാം. എന്നാ കേട്ടു. ഇതിന് ഭീകരമാകുന്ന എപ്പോഴാണെന്ന് നമ്മുടെ കള്ളങ്ങളിൽ നിന്നാണ്. എല്ലാ മനുഷ്യനും ടെട്രാസെക്ഷൽ ആണെന്നാണ് ഫ്രോയിഡ് പറയുന്നത്. പല ആളുകളോട് ശാരീരികമായി ബന്ധപ്പെടാൻ താല്പര്യപ്പെട്ട് കിടക്കുന്നവരാണ്, ആണായാലും പെണ്ണായാലും. സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത് അങ്ങനെയാണത്. മനുഷ്യൻ മൃഗമാണ്. മൃഗങ്ങൾ അങ്ങനെയല്ലേ? സ്വന്തം മകൻ പൂച്ചയെ
സെക്സ് ചെയ്യും, തള്ളപ്പൂച്ച. മനുഷ്യനെ വ്യത്യസ്തമാക്കുന്ന ഈ തിരിച്ചറിവാണ്. മനുഷ്യന്റെ പ്രത്യേകത അവന്റെ ബോധമുണ്ടെന്നുള്ളതാണ്. ഈ ബോധം പോയി കഴിയുമ്പോൾ കഞ്ചാവ് അടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് മാറുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് പലയിടത്തും കേസുകൾ, അല്ലേ? അച്ഛൻ മോളെ ഉപദ്രവിക്കുന്ന കണ്ടിട്ടില്ലേ? പീഡിപ്പിച്ചു, അല്ലേ? അപ്പൊ മനുഷ്യൻ മൃഗമാണ്. ഇതൊന്ന് അക്സെപ്റ്റ് ചെയ്യണം. അപ്പൊ ആ അക്സെപ്റ്റൻസിൽ നിന്ന് രണ്ടാമത്തെ ലെവലിലേക്ക് നമുക്ക് ഈ ഉള്ളിൽ സംഭവിക്കണമെന്നും അറിയുന്നില്ല. അതാണ് പ്രശ്നം. എന്തുകൊണ്ട് ഇത്രയും പവർ വരുന്നു, മരിക്കാൻ തോന്നുന്നു എന്നുള്ളതാണ് ഇയാളെ. അതാണ് ഈ പറയുന്നത്. അടുത്ത ലെവലിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മളെ സംബന്ധിച്ച് നമുക്ക് മൂല്യബോധം, നമ്മുടെ എത്തിക്സ്, സത്യസന്ധത, സാമൂഹികമായിട്ടുള്ള നോളജ്, ഇതെല്ലാം കൊണ്ടിട്ടാണ് നമ്മൾ ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒന്നിച്ച് വിവാഹം കഴിച്ച് താമസിക്കുന്നത്, മറ്റൊരാളുടെ കൂടെ പോവാതിരിക്കുന്നത്. ഇതിനെയൊക്കെ കൊണ്ട് നമ്മൾ ഈ ആ ബേസിക് ആയിട്ടുള്ള വികാരത്തെ അടിച്ചമർത്തി വെച്ചേക്കുന്നത് നല്ലത് തന്നെയാണ്. കാരണം ഒരു വ്യവസ്ഥയുണ്ട് സമൂഹത്തിൽ. മറ്റൊരു വ്യവസ്ഥയില്ലെങ്കിൽ ഒരു ദിവസം പോയി കഴിഞ്ഞാൽ ഒന്നുമില്ലാതായി പോകും, കുഴപ്പങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ അത് നല്ലത് തന്നെയാണ്. പക്ഷെ ഇത് നമ്മൾ തിരിച്ചറിയണം. ഇല്ല, നമുക്ക് അറിയാതെ രോഗങ്ങളായിട്ട് ഇത് അവിടെ കൂടെ ഇവിടെ കൂടെ ഒക്കെ വരും, ഉപബോധ മനസ്സിൽ നിന്ന് വഴിതെറ്റിയൊക്കെ വരും. എനിക്ക് ഇതാണെന്ന് മനസ്സിലായ കുഴപ്പമില്ല. അപ്പം സ്വാഭാവികമായിട്ടും ഭർത്താവിനോട് ഭയങ്കര ദേഷ്യം, ഇതൊക്കെയാണ് ഇന്നത്തെ വിഷയം. പക്ഷെ ഭയങ്കര സ്നേഹമാണ്. അത് എന്തുകൊണ്ടാണെന്നൊക്കെയല്ല. അപ്പം എനിക്കിപ്പോൾ പല സ്ത്രീകളോട് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ തടസ്സമാണ് എന്റെ ഭാര്യയാണ്. മാടമ്പള്ളി യഥാർത്ഥ മാനസിക രോഗി എന്ന് പറഞ്ഞിട്ട് അതാ സിനിമ യഥാർത്ഥ തടസ്സം ആരാണപ്പോൾ? എന്റെ ഭാര്യയാണ്. അപ്പൊ എന്റെ ഭാര്യയ്ക്ക് സുന്ദരന്മാരായ പുരുഷന്മാരിലൂടെ പോകാൻ പറ്റാതെ വരുന്നതിന്റെ കാരണം ആരാണ്? ഞാനാണ്. അപ്പൊ എനിക്ക് ഇതൊന്നും ബോധ മനസ്സിലറിയത്തില്ല. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു സുഖമില്ല. എനിക്ക് ദേഷ്യം വരുന്നു, ഫ്രസ്ട്രേഷൻ വരുന്നു. ഞാൻ പറയും പഞ്ചാരക്ക ഇട്ടില്ല ചായക്കകത്ത്, എനിക്കൊരു കാരണം മതി, ഞാൻ പഴക്കൊണ്ടാക്കും, എന്നും അടിയായിരിക്കും. കാര്യം യഥാർത്ഥത്തിൽ അറിയാവോ ആർക്കെങ്കിലും? ഇതങ്ങ് അടിയെ കിടക്കുന്ന സാധനമാണ്. അപ്പം എന്റെ ബിംബം ആരാണ്? എന്റെ ശത്രു ആരാണ്? സത്യത്തില് കല്യാണം കഴിയുമ്പോൾ ഭർത്താവ് ആങ്ങളെയായി, ഭാര്യ പെങ്ങളായി എന്ന് പറയും. ഭാര്യ ഒന്നും തൊട്ടാ ഒന്നും തോന്നത്തില്ല, ഭർത്താവ് ഒന്നും തൊട്ടാ ഒന്നും തോന്നത്തില്ല. ഒരു ഓട്ടോയ്ക്കകത്ത് കയറിയിരിക്കുമ്പോൾ ഇപ്പൊ ഒരു വെണ്ണാണോ വന്നിരിക്കുമ്പോഴാണ് കറണ്ട് അടിക്കുന്നോട്ട് തോന്നും. കാരണം അത്ര ശ്രദ്ധ വരുന്നു, പുതുമയിലായത് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പൊ എന്ത് പറ്റും? പിന്നെ ആ ബന്ധം മുന്നോട്ട് പോകണേ അവർ ഈ കൊച്ചിനെ കൊണ്ട് ആശുപത്രി പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു സുഹൃത്ത് ബന്ധം വളർന്നു വരണം. ഭാര്യയും ഭർത്താവും ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി വരുമ്പോൾ അത് നിൽക്കും, അത് അടിപൊളിയായിട്ട് നിൽക്കും, അത് മരിക്കുന്നവരെ നിൽക്കും. അപ്പൊ നമ്മൾ വേറെ പോകത്തില്ല. ആഗ്രഹം ഉണ്ടെങ്കിലും അത് അങ്ങോട്ട് പോകത്തില്ല. പക്ഷേ അപ്പൊ ഇത് തിരിച്ചറിയാൻ പക്വത ഇല്ലെങ്കിൽ ഈ പ്രശ്നം വരുന്ന അവിടെ. എനിക്ക് ദേഷ്യം വരുന്ന എന്റെ ഭാര്യയോട് എന്താണെന്ന് അറിയത്തില്ല. ആ കൂട്ടത്തിൽ അവർ നമ്മളെ മനസ്സിലാക്കുകയോട് ചെയ്യുന്നില്ലെങ്കിലും ഇനി അതിലും ഭീകരാവസ്ഥ എന്താണ്? ഭാര്യയോ ഭർത്താവോ മറ്റൊരു സ്ത്രീയോടോ പുരുഷന്റെ കൂടെ പോവുകയും കൂടെ ചെയ്യുവാണെങ്കിൽ ചിന്തിക്കാൻ പറ്റൂ. അടിച്ചാമർത്തി കഴിയാണ്. എന്ത് ഇയാള് അല്ലെ ഇവളെന്ന് പറഞ്ഞിട്ട് ഒരു സുപ്രഭാതത്തിൽ മനസ്സിലാക്കുന്നു അത് കുറച്ച് ഏജും കൂടെ ഒക്കെ ആയിട്ടുണ്ടൊക്കെ തീർന്ന് ഇനിയൊന്നും നോക്കാൻ പോലും പറ്റത്തില്ല. ഏജും കഴിഞ്ഞ് അവള് പോയി. അയ്യോ എന്റെ ലൈഫ് വെച്ച് ഞാൻ ഇതെല്ലാം വേണ്ടാന്ന് വെച്ചിട്ടില്ല. ഇതൊന്നും പറഞ്ഞാൽ അന്നേരം പോലും അറിയാത്തവരുണ്ട് ഇതൊക്കെയാണ് പോലും ഉള്ളിൽ നടക്കുന്നത്. പക്ഷെ ഉള്ളിൽ ഇതൊക്കെ നടക്കുന്നത്. കള്ളം പറഞ്ഞു നിങ്ങൾ ജീവിക്കുകയല്ലേ, നീ എന്തോ ആയിക്കോട്ടെ. എന്താണ് ഉള്ളിൽ നടക്കുന്നത്? അപ്പം ശരിക്കും ഇങ്ങനെ ഫ്രസ്ട്രേഷനായിട്ട് ആൾക്കാർ നടക്കുന്നത്. അപ്പം എന്തെങ്കിലും ത്യജിക്കാതെ എന്തെങ്കിലും കിട്ടത്തില്ല. അപ്പം നല്ലൊരു കുടുംബം വേണമെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കണം. അതല്ലെങ്കിൽ ഇതിനൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല കുടുംബം കാണത്തില്ല. അപ്പൊ എന്തെങ്കിലും ഒഴിവാക്കണം. അപ്പൊ കൂടുതൽ ബെറ്റർ ഏതാണോ അത് സ്വീകരിച്ചിട്ട് മറ്റേതിനെ ഒഴിവാക്കുന്നതാണ് നല്ലത്. അങ്ങനെ എന്തെല്ലാം ഒഴിവാക്കിയിട്ടാണ് നമ്മൾ നല്ല രീതിയിൽ ഇന്ന് വരെ ജീവിക്കുന്നത്, അല്ലേ? മനസ്സിലാവുന്നുണ്ട്? അപ്പോ ആ കൂട്ടത്തിൽ ഇതിലൊക്കെ ഒഴിവാക്കി പോകുന്നത് തെറ്റൊന്നുമില്ല, അത് മോശമൊന്നുമില്ല, നല്ല കാര്യമാണ്. എന്നിട്ട് ഉപാസന ചെയ്താൽ മതി, നമുക്ക് ഇത് സമാധി വരെ എത്താൻ പറ്റും. മറ്റേ ഇങ്ങനെ തോന്നിവാസം പോകേണ്ട കാര്യമില്ല. അത് അവിടെ നിൽക്കട്ടെ, അത് വേറെ വിഷയം, സ്പിരിച്വൽ വിഷയം അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും ഫ്രസ്ട്രേഷൻ ഉള്ള സംഭവം, ഇങ്ങനെ നടക്കാത്ത കാര്യങ്ങളെല്ലാം കൂടെ ഓപ്പോസിറ്റ് ആയിട്ട് ഉള്ളിൽ വയലൻസ് ആയിട്ടാണ് കയറുന്നത്. അടിച്ചമർത്തി വെക്കപ്പെട്ട സെക്സ് വയലൻസ് ആയിട്ടാണ് വരുന്നത്. അതാണ് കല്യാണം കഴിക്കാത്ത പലർക്കും ഭയങ്കര ദേഷ്യമുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ശരിക്കും ഞാൻ അങ്ങനെ കുറ്റം പറയുന്നല്ല, കന്യാസ്ത്രീ മഠങ്ങളിലൊക്കെ ഭയങ്കര സാഡിസ്റ്റുകളായിട്ടുള്ളവരുണ്ടെന്ന് പറയുന്ന കേൾക്കാറുണ്ട്. ഈ സ്കൂളിലൊക്കെ ഉള്ള ചില
സിസ്റ്റേഴ്സൊക്കെ ഞാൻ വേറെ ഇൻസൾട്ട് ചെയ്ത് പറയുന്നതല്ല. അപ്പം കാരണം ആ അടിച്ചമർത്തിയ സെക്സ് വയലൻസ് ആയിട്ടാണ് വരുന്നത് സമൂഹത്തിൽ. അതുകൊണ്ടാണ് ബോംബെയിലൊക്കെ വേശ്യ തെരുവുകളുള്ളത് ലീഗലായിട്ട്. കാരണം അവിടെ ഒരുപാട് ഗുണ്ടകളുള്ള സ്ഥലം. അപ്പം ഇവർക്ക് ഇവരുടെ ശാരീരിക നീഡ്സ് നടന്നില്ലെങ്കിൽ ഇത് ഇരട്ടി വയലൻ്റാണ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്. അപ്പം അതിന് അത്രയും ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് ഫിസിക്കൽ ലെവലിൽ. അപ്പം ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യം, ബേസിക് ആയിട്ടുള്ള ഫുൾഫിൽമെന്റിനാണ് നമ്മൾ ഇതിന് ഇത്രയും ഇമ്പോർട്ടൻസ് വരുന്നത്. എന്താ, നമ്മളിപ്പോൾ ഒരാളെ കൊല്ലട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ എന്നെ കൊല്ലണ്ട എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? എനിക്ക് കണ്ടു മതിയായില്ല, കേട്ട് മതിയായില്ല, തിന്നു മതിയായില്ല, പഞ്ചഭൂതങ്ങളിലൂടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ പഞ്ചഭൂതങ്ങളെ അനുഭവിച്ച് മതിയായില്ല എന്നാണ് ഈ പറയുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല ഫുഡിൽ അഡിക്ഷൻ ഉള്ളത് എന്തൊരു വലിയ അഡിക്ഷൻ അല്ലേ? ഫുഡിൽ നല്ല അഡിക്ഷൻ ഉണ്ട്, പാട്ടിൽ അഡിക്ഷൻ ഉള്ളവരുണ്ട്, നല്ല സ്മെല്ല് അല്ലെങ്കിൽ കാഴ്ച, സ്ഥലങ്ങൾ കാണാൻ എത്ര ആയിട്ടും മതിയാവാത്തവരുണ്ട്, എത്ര കണ്ടാലും മതിയാവാത്തവരുണ്ട്. ഓരോ കാര്യത്തിൽ തന്നെ ഇത്ര അഡിക്ഷൻ ഉണ്ടെങ്കിൽ ഈ 5 അഡിക്ഷനും കൂടെ ഒന്നിച്ചു വന്നാൽ എന്ത് ചെയ്യുമ്പോൾ അതാണ് സെക്സ്. ഈ 5 ഡിസയറും കൂടെ ഒന്നിച്ച് ഒരാളിൽ ഒരു സമയം വരുന്നതാണ് സെക്സ്. അത്ര ഇമ്പോർട്ടൻസ് അതിന് ഉപബോധ മനസ്സിലുണ്ടായിട്ട് പുറമേ നടക്കുന്ന എങ്ങനെ ഇതിലൊരു താല്പര്യമില്ല എന്ന് പറയും. ഞാൻ ഇതിന്റെ പകുതി പറഞ്ഞില്ല, അതിനു മുമ്പ് ആ സ്ത്രീ വഴക്കുണ്ടാക്കി. തിരുമേനി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇതുവരെ പറഞ്ഞൊക്കെ കറക്റ്റായിരുന്നു. കറക്റ്റാണ് ഇനിയും പറയുന്നത് കറക്റ്റാ. ഇനി ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഞാനൊരു സ്പിരിച്വൽ സംഭവം പ്രതീക്ഷിച്ചാണ് പറഞ്ഞത്. ഇത് സ്പിരിച്വലാണ്, ഇതാണ് ഏറ്റവും വലിയ സ്പിരിച്വാലിറ്റി, സത്യമാണ്. എന്താ നിങ്ങൾ ഈ ദേഷ്യപ്പെടുന്നത് അറിയാവുന്ന ചോദിച്ചു. ഞാൻ പോവാ, പൊക്കൂ. എന്താ ഈ ദേഷ്യപ്പെടുന്നതിന് കാരണം കൂടെ പറഞ്ഞിട്ട് പൊക്കൂ. എന്താ ദേഷ്യപ്പെടുന്നത്? ഞാൻ ദേഷ്യപ്പെടുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ സത്യമായതുകൊണ്ട് നിങ്ങൾ അതിനകത്തോട്ട് കൂടുതൽ പോകുമെന്നുള്ളതുകൊണ്ടല്ലേ. അത് ശരിയായിരിക്കും. പിന്നെ അവിടെ ഇരുന്നു, എണീറ്റാൾ അവിടെ ഇരുന്നു. നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യമല്ല ഞാനീ പറയുന്നത്. നിങ്ങൾ അയാളോട് അല്ല ഇങ്ങനെ പോയി പോകുമെന്നുള്ള ഭയം കൊണ്ടല്ലേ അത് കേൾക്കാൻ പോലും ഇല്ല, അടിച്ചമർത്തി വെച്ചുകൊണ്ടിരിക്കുന്നത്. കേട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണെന്നുള്ളത് ധൈര്യമായിട്ട് കേട്ടോ. 10 മിനിറ്റോട് ഞാൻ നിങ്ങളെ ബലാത്സംഗം ചെയ്യാനൊന്നും പോകുന്നില്ല. ഞാൻ കുടുംബമായിട്ട് താമസിക്കുന്ന ആളാണ്. എനിക്ക് അങ്ങനെ ഉദ്ദേശമില്ല നിങ്ങളെ ഉപയോഗിക്കണമെന്ന് ഇതൊക്കെ പറഞ്ഞിട്ട് സെക്ഷുവലി യൂസ് ചെയ്യാമെന്ന് എനിക്ക് ഉദ്ദേശമില്ല. ഒരു 5 മിനിറ്റോടെ കേട്ടെന്ന് പറഞ്ഞാൽ ദോഷമൊന്നും വരത്തില്ല എന്ന്. അവിടെ ഇരുന്നു. പിന്നെ എല്ലാം കേട്ടു. ഓപ്പണായിട്ട് സത്യസന്ധമായിട്ട് പറയാം. ഇത് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്ന കാര്യമല്ല ഞാനീ പറയുന്നത്, എന്റെ കാര്യമൊന്നുമല്ല. അച്ഛനും മോളും തമ്മിലുള്ള ബന്ധം പോലും സെക്സുവൽ ആണെന്ന് ഫ്രോയിഡ് പറഞ്ഞാൽ അയാൾ എല്ലാവരും കൂടെ കോശിച്ച്. അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾക്ക് ഇത്ര അഡിക്ഷൻ വരുന്നത് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ. എന്തുകൊണ്ടാണ് എനിക്ക് ഭർത്താവിനോട് ദേഷ്യം വരുന്നത്, എന്തുകൊണ്ടാണ് എനിക്കിത് ഭയം വരുന്നത്, ഇതാണ് എന്ന് മനസ്സിലാകുമ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പൊ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് അവഗണിച്ച് പോകുമ്പോൾ നമ്മൾ ഇത് അറിയാതെ പെട്ടുപോവാം. ചില വലിയ കള്ളുടിമാരാണെന്ന് എങ്ങനെ, കള്ള് എന്നെ കുടിക്കത്തില്ല, ഞാൻ കള്ളിനെ കുടിക്കത്തെന്നൊക്കെ പറയും. എനിക്ക് ഭയങ്കര കൺട്രോളാന്നൊക്കെ പറയും. അവരാണ് ഇത് കൈവിട്ട് പോകുന്നത്. കാരണം ഇത് ഇങ്ങനൊക്കെ പറഞ്ഞിരിക്കും, ഒരു ദിവസം അറിയത്തില്ല, അത് കഴിയുമ്പോഴാണ് ഇല്ലാതെ പറ്റത്തില്ല, പെട്ടുപോയി ജാങ്കോ ഞാൻ പെട്ടു. അതേസമയം പറയാ എനിക്ക് അഡിക്ഷൻ ഉണ്ട്, ഞാൻ വഴിതെറ്റി പോകും എന്ന് പറയുന്നവരൊരു ശകലം പേടിയാ. ഒരു ശകലം കഴിച്ച് പിന്നെ അഡിക്ഷൻ വന്നാലോ അതാണ് നൃത്തം അല്ലേ? അറിയാവുന്ന ആളുകളുണ്ട്, ഗുരുക്കന്മാരുണ്ട് ഇവിടെ. അപ്പം ഇങ്ങോട്ട് പഠിപ്പിക്കേണ്ടവരാണ്. അപ്പം ശരിക്കും എല്ലാ അഡിക്ഷനും ഇങ്ങനെയാണ്. ഞാൻ അറിയാതെ എനിക്ക് സെക്ഷൽ ആയിട്ടുള്ള ഇതെല്ലാ മനുഷ്യരുടെ കൂട്ടം എൻ്റെ ഉള്ളിലുമുണ്ട്. ഞാൻ ചിലപ്പം ഇവിടെ വരുന്ന കൗൺസിലിംഗ് വരുന്ന ഈ സ്ത്രീ സുന്ദരിയാണ്, ഈ സ്ത്രീയോട് എനിക്ക് താല്പര്യം തോന്നി, ഇത് കൈവിട്ട് പോവും, എന്നിട്ട് അവസാനം എൻ്റെ ജീവിതം കുളവാവും എന്ന് ഞാൻ പറയണം. പറഞ്ഞില്ല എന്ത് പറ്റും? എനിക്ക് ഭയങ്കര മനസ്സിലായി, എനിക്കൊന്നും കുഴപ്പമൊന്നുമില്ല, എന്നെ അങ്ങനെ ആർക്കൊന്നും കൈയടക്കാൻ പറ്റത്തില്ല, ഒരു സ്ത്രീക്കും എന്നെ കീഴടക്കാൻ പറ്റത്തില്ല. അവസാനം കുറച്ച് കഴിയുമ്പോഴാണ് പെട്ടുപോയി ജാങ്കോ, ഞാൻ പെട്ട്. മനസ്സിലാവും. കാരണം മെസ്സേജ് കാണാതിരിക്കാൻ വയ്യ. ചുമ്മാ മെസ്സേജ് അയക്കുന്നതിന് കുഴപ്പമില്ലല്ലോ, മെസ്സേജ് അയച്ചു. ഇങ്ങനെ ഓരോന്നും കുഴപ്പമില്ല എന്ന് പറയും. കുറെ കഴിയുമ്പോൾ ഇത് വന്നില്ലെങ്കിൽ പ്രശ്നമാണ്, ഉറക്കമില്ല, പെട്ട്. മനസ്സിലാവുന്നുണ്ട്. നമുക്ക് നമ്മളെ അറിയില്ല, നമ്മളിതൊന്നും അഡ്രസ് ചെയ്യുന്നില്ല. അപ്പം നമ്മുടെ അടിയിലോട്ടുള്ള കാര്യങ്ങളായി പറയുന്നത്. നമ്മൾ ഇതുപോലെ സത്യത്തെ സെർച്ച് ചെയ്ത് പോയി നിലനിന്നെങ്കിലേ നമുക്ക് വളരാൻ പറ്റത്തുള്ളൂ. നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് നമുക്ക് ദേഷ്യം വരുന്നത്, എന്തുകൊണ്ടാണ് വിഷമം വരുന്നത്, എന്തുകൊണ്ട് നിരാശ വരുന്നു, എന്തുകൊണ്ട് കുറ്റബോധം വരുന്നു, എന്തുകൊണ്ട് ഭയം വരുന്നു, എന്തുകൊണ്ട് പശ്ചാത്താപം വരുന്നു, എന്തുകൊണ്ട് നിസ്സഹായാവസ്ഥ വരുന്നു.
ഇതൊക്കെ എൻ്റെ ഉള്ളിൽ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിലേ ഒരാള് സ്പിരിച്വലി, മെന്റലി, ഫിസിക്കലി ഹെൽത്തി ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇതില്ലാതെ നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലും ഡെവലപ്പ് ചെയ്യത്തില്ല. എന്തോ മെഡിറ്റേഷൻ കുന്തം ഉണ്ടാക്കിയാലും നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ തട്ടി തടഞ്ഞു വീഴും. എത്തിന്റെ പണിയാവും. കുണ്ടലിന് റൈസ് ചെയ്യുമ്പോൾ ഇത് ആ മൈൻഡിനകത്തോട്ട് കയറി സർവത്ര കുഴപ്പമുണ്ടാക്കി മാനസിക രോഗിയായിട്ട് മാറി ബൈപ്പോളാർ ഡിസോർഡർ അടിച്ചിട്ട് ആശുപത്രിയിൽ പോയി സെല്ലിൽ കുത്തിവെച്ച് കിടക്കേണ്ടി വരും. അതിൽ വേറെ കുണ്ടലിന് റൈസ് ചെയ്യാതിരിക്കുന്ന, ജപിക്കാതിരിക്കുന്ന. അതുകൊണ്ടാണ് പതഞ്ജലി യോഗ ചിത്തവൃത്തി എന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നത്. യമ നിയമം കഴിഞ്ഞാണ് ആസനം, പ്രാണായാമം, പ്രത്യാഹാരമൊക്കെ പറയുന്നത്. യമ നിയമം മനസ്സിനെ സ്റ്റോപ്പ് ചെയ്യാനുള്ള. അതെവിടെ യോഗ പഠിപ്പിക്കുന്നു? അഹിംസ, സത്യമസ്തേയം, ബ്രഹ്മചര്യം, ദയ, ആർജവം, ക്ഷമ, മിതാഹാരം, ശൗചം, ജത്വ, യമാദശ, 10 യമങ്ങളെ യാജ്ഞവൽക്യം പറയും. തപസ്, സന്തോഷം, ആസ്തിക്യം, ദാനം, ഈശ്വര പൂജനം, സിദ്ധാന്ത ശ്രവണം ചെയ്യുക. ഹ്രീ, തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നാണം. ഹ്രീ, മതിഷ്ഠ ജപോ വ്രതം, ജപം, വ്രതം. ഇത്രയും കാര്യങ്ങൾ 10 നിയമങ്ങൾ പറയുന്നു. മനസ്സിന് ശരീരത്തിനെയും അടക്കാനുള്ളതാണ്. എന്നിട്ട് വേണം ഇതിൽ നിന്ന് മെഡിറ്റേഷൻ ചെയ്യാനും ജപം ചെയ്യാനും. ഇല്ലെങ്കിൽ പ്രശ്നം. അപ്പം എന്ന് പറഞ്ഞ് ചെയ്യാതിരുന്നാലും പ്രശ്നം. കുറച്ച് ചെയ്യുകയും വേണം. ഇപ്പോൾ കരക്കുളം വെള്ളത്തിലും ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്യാതിരുന്നാലും ബാധ പിടിക്കും. ഓവറായിട്ട് ചെയ്താൽ ഈ ഉണ്ടാവുന്ന എനർജിയെ ബാധ പിടിച്ച് നമ്മളെ നശിപ്പിക്കുകയും ചെയ്യും. അവിടെ സമർപ്പണം വേണം. അവിടെയാണ് ഈശ്വരന് സമർപ്പണം വേണ്ടത്. പൂർണ്ണ സമർപ്പണം. ഈഗോ ഒട്ടും ഉണ്ടാവാൻ പാടില്ല. ഞാൻ എന്നുള്ളത് ഒട്ടും വരാൻ പാടില്ല. ഞാൻ ഉപാസകനാണെന്ന് പോലും തോന്നില്ല. ഞാൻ എന്നുള്ള എന്തെങ്കിലും പൊങ്ങിയാൽ അത് ഈശ്വരനുമായിട്ട് ഗ്യാപ്പ് വരും. ഈശ്വരൻ നമ്മളോട് പ്രവർത്തിക്കാൻ പറ്റില്ല. ബാധ കയറും. ഞാനുള്ളവരിലാണ് ബാധ കയറുന്നത്. ഞാൻ എന്നുള്ള സംഭവം ഉള്ളപ്പോൾ അതുണ്ടെങ്കിൽ ഈ ബാധയ്ക്ക് സുഖമാണ്. അതിന് ഞാനുണ്ടോ രക്ഷപ്പെട്ട് ബാധയ്ക്ക് പിന്നെ പോകേണ്ടി വരുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതൊരു വളരെ പ്രധാനപ്പെട്ട കേസാണ്. ഞാൻ ഒട്ടും ഇല്ലാതിരുന്നാൽ എന്നിലേക്ക് ഈശ്വരൻ തന്നെ വരും. ഈശ്വര്യയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കും. ഞാൻ ഒട്ടും ഉണ്ടാവാൻ പാടില്ല. എന്റെ ചിന്തകൾ അതുകൊണ്ടാണല്ലോ റിമോട്ട് തല്ലിപ്പൊട്ടിക്കുന്നത് അല്ലേ? ഞാൻ എവിടെയൊക്കെയോ ഉണ്ട്. അപ്പൊ ആദ്യം ധ്യാനിക്കുവാണോ വേണ്ടത്, ഞാനില്ലാതാക്കുവാണോ? അത് യമനിയമങ്ങൾ അതുപോലെ പാലിച്ചുകൊണ്ട് ഞാനില്ലാതാക്കണം. അഫർമേഷൻ പറയണം. അഫർമേഷൻ പറയാറില്ല. ഇല്ല. അതുണ്ടെങ്കിൽ ഇതൊക്കെ സയൻസാണ്. അതുണ്ടെങ്കിൽ ഇത് വരത്തില്ല. മനസ്സിലായി? അഫർമേഷൻ നിങ്ങൾ ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും. മനസ്സിലാക്കാൻ ഏത് കുഞ്ഞിനും പറ്റും. ഒരു പ്രാവശ്യം വായിക്കും. ഇത്രേ ഉള്ളൂ. ഇത് മനസ്സിലായി? കരാട്ടക്കാരൻ ഒരു പ്രാവശ്യം കാണിച്ചു കൊടുക്കുമ്പോൾ മനസ്സിലായി. പക്ഷെ ഒരു ഇതന്നെ അടിക്കാൻ വരുമ്പോഴത്തേക്കും കയ്യിൽ സാധനം വരണ്ടേ? അത് ഒരു പ്രാവശ്യം പറ്റുമോ? ഡെയിലി പറയണ്ടേ? ഇപ്പൊ നിങ്ങളങ്ങനെ തീരുമാനിക്കും. അഫർമേഷൻ ഇതായക്ക് വരെ പണിയില്ല. ജപം ചെയ്യാം. മെഡിറ്റേഷൻ. ഇതായത് തോന്നല്. അയാൾ പറഞ്ഞ് ഇത് കൊള്ളാം. ജപം സൂപ്പറ ആണോ? സൂപ്പറ. എന്നിട്ട് ഒത്തേരോട് ജപിക്കും. രാവിലെ പോലെ വൈകിട്ട് വരെ. എന്നിട്ട് ഈ കുണ്ടലിലെല്ലാം കൂടെ തല കയറിയിട്ട് ഇത് കൺട്രോൾ ചെയ്യാൻ വയ്യ. പാട്ടും പിടിച്ച് നടക്കും. നാട്ടുകാർക്കും വീട്ടുകാർക്കും ശല്യമായിട്ട് മാറും ആളുകൾ. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഒന്നും ആവരുത്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ആവും. ഇത് കൂടിപ്പോയ നമുക്ക് പതുക്കെ പോയാൽ മതി. ധൃതി ഒന്നുമില്ല. അടുത്ത ജന്മം ബാക്കി ചെയ്യാവുന്ന സാധന ഒന്നുമല്ല. കുറച്ചാളായി പ്രശ്നം തുടങ്ങിയിട്ട്. അത് നിങ്ങൾക്ക് തോന്നുന്ന, ഞങ്ങൾക്കൊക്കെ കുറെ ആളായിട്ട് തോന്നുന്നുണ്ട്. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ട്. നമ്മൾ കാണുന്ന ലാസ്റ്റിൽ നമ്മൾ അറിയത്തുള്ളന്ന്. നിങ്ങൾ പറയുക സാറേ എന്തോ ഒരു മണം. എവിടെ? എനിക്ക് മണമൊന്നും ഇല്ലല്ലോ. ഉണ്ട്. സാറിന്റെ തുണിയൊന്നും മണപ്പിച്ചു. ശാലം പ്രശ്നമുണ്ട് കേട്ടോ. ലാസ്റ്റിൽ നമ്മൾ അറിയിട്ടു. മനസ്സിലാവുന്നുണ്ട്. നാട്ടുകാർക്ക് ഭയങ്കര ബുദ്ധിയാണ്. നാട്ടുകാർക്ക് ആദ്യമേ മനസ്സിലാവും. അവരാദ്യമേ പറയുകയും ചെയ്യും പല കാര്യങ്ങളും. പിന്നെ നമ്മൾ എട്ടിന്റെ വഴി കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇത് കൃത്യമായി കൈകാര്യം ചെയ്യണം. വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നു. വളരെ ശ്രദ്ധിക്കണം. പല സ്ഥലത്തും ഗുരുക്കന്മാർ എന്ന് പറഞ്ഞ ആൾക്കാർ രോഗികളെ സൃഷ്ടിച്ച് കൂട്ടിക്കൊണ്ടേയിരിക്കുക. സാധന ഉപാസനയും ദീക്ഷ കൊടുക്കും. വടക്കോട്ട് ഒരു കല്ലെടുത്ത് കഴിഞ്ഞാൽ ഒരു ശ്രീവിദ്യ ഗുരുവിന്റെ മേലെ കൊണ്ടുപോകും. ഓൺലൈനിലൊക്കെ ഭയങ്കര ക്ലാസ്സുകളാണ് നടക്കുന്നത്. അത് തെറ്റൊന്നുമില്ല. ഓൺലൈനിൽ പഠിപ്പിക്കുന്നത് തെറ്റൊന്നുമില്ല. പക്ഷെ ഈ പഠിപ്പിക്കുന്ന ആളെയും മന്ത്രജപോ വേറൊന്നും ഇല്ലെന്ന്. ഇത് ജപിച്ച് പട്ടാവും ആളുകൾ. എത്ര പേരാണ് വിളിക്കുന്നത്? എന്നിട്ട് വെട്ട് കിടക്കുക. എന്റെ ഗുരുവിൻ്റെ ഒക്കെ ദീക്ഷ എടുത്തു പോയി. ഇനി ഗുരുവിനെ മാറ്റാൻ പറ്റുമോ? മാറ്റിയാൽ എന്താ കുഴപ്പം? ഇവിടെ നമുക്ക് ശല്യമായിട്ടുള്ള ഒരുത്തന്നെ ഗുരുവാന്ന് പറയാൻ പറ്റും. പിന്നെ നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഗുരുവാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ അടുത്തൊന്ന് പോകണം. നിങ്ങൾക്ക് എൻ്റെ അടുക്കുന്ന എപ്പം പരിഹാരം നിങ്ങൾക്ക് കിട്ടുന്നില്ലയോ? നിങ്ങൾ എന്നെ വിട്ടിട്ട് പോകണം. കിട്ടുന്നിടത്ത് പോകണം.
അല്ല എന്തോ അത്രേ ഉള്ളു. അവിടൊക്കെ അതാ അവസ്ഥ. വല്ലതും പെട്ട് കിടക്കുക. ചോദിക്കുമ്പോൾ ഇതൊന്നും അറിയത്തില്ല, ഇതിന്റെ എന്തോ സംഭവം അറിയത്തില്ല. നമ്മൾ ഇത്രയും പഠിച്ചിട്ട് നമുക്ക് വല്ലതും മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ചില കാര്യമൊന്നും പരിഹരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇതൊന്നും പഠിക്കാതിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്. പഠിത്തം എന്ന് പറഞ്ഞാൽ അക്കാഡമിക് പഠിത്തം മാത്രമല്ല ഞാൻ പറഞ്ഞത്, സ്പിരിച്വലി പോലും ആളുകൾ പഠിക്കുന്നില്ല. മന്ത്രം പഠിക്കാൻ ആർക്കായാലും പറ്റാത്ത, പൂജ പഠിക്കാനും മന്ത്രം പഠിക്കാനും ഒക്കെ ആർക്കാ പറ്റാത്ത. എല്ലാ സാധനവും കാണാൻ പഠിക്കാൻ പറ്റത്തില്ല, 10 പ്രാവശ്യം വായിച്ചാൽ. പക്ഷേ എനർജി ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണ്ടേ, അതല്ലേ പഠനം. അപ്പൊ അത് പറയുന്ന കാര്യങ്ങൾ അതുപോലെ ശാന്തമായി ചെയ്തു പോകണം. ഈഗോ വന്നു കഴിഞ്ഞാൽ പോയി. നിങ്ങൾ വിമർശിക്കാനുള്ള അവസരം നിങ്ങൾ എല്ലാവർക്കും കൊടുക്കാവോ? നിങ്ങൾ രക്ഷപ്പെടും. എല്ലാവരും ചീത്ത വിളിക്കട്ടെ, എല്ലാവരും പരിഹസിക്കട്ടെ, എല്ലാവരും കളിയാക്കട്ടെ, അങ്ങനെ ഒരാൾ തെറ്റ് പറഞ്ഞേ എത്തുള്ളൂ. നമ്മളെന്തോ പറയുന്നത്? ശരിയാ, ഞാൻ ചെയ്ത തെറ്റാണ്, പക്ഷെ അവനത് മാന്യമായിട്ട് പറയണം. ഇങ്ങനെ നമ്മൾ പറയുന്നത്. പിന്നെ നമ്മൾ ചെയ്ത തെറ്റ് മാന്യമായിട്ട് പറയാൻ അവൻ സൈക്കോളജി എടുത്തിട്ടിരിക്കുകയാണ്. അവൻ പറയുന്ന രീതി ചിലപ്പോൾ അങ്ങനെ എന്താ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നായിരിക്കും പറയുന്നത്. അതങ്ങനെ പറയത്തുള്ളൂ. അതിനകത്ത് നിന്ന് വേണ്ട കാര്യം എടുത്തിട്ട് നമ്മൾ നേരെ ആയിക്കൊള്ളുക. അല്ലാതെ അവൻ പറഞ്ഞതിനെടുത്ത് കഴിഞ്ഞാൽ ശ്രദ്ധ അങ്ങോട്ട് പോയി. അവൻ പറഞ്ഞ കാര്യം നമ്മൾ എടുക്കുന്നില്ല. അവൻ മാന്യമായിട്ടല്ല പറഞ്ഞത്. ഈഗോ അല്ലേ, എൻ്റെ ഈഗോയ്ക്ക് നിലനിൽക്കാൻ വേണ്ടിയല്ലേ അവൻ പറഞ്ഞ മാന്യമായിട്ടല്ല എന്ന് പറഞ്ഞാൽ അതേ പിടിച്ചിട്ട് പോകുന്നത്. നേരെ മുറിച്ച് അവൻ ചീത്ത വിളിച്ചിട്ടാ പറഞ്ഞത്, ഫീൽ ചെയ്ത് വിഷമിച്ച്. എന്നാലും സാരമില്ല, പറഞ്ഞതിനകത്ത് കാര്യമുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചേക്കാം. എന്നെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് എൻ്റെ ഭാര്യ മക്കൾ. എൻ്റെ ഭാര്യയാണ് ഏറ്റവും കൂടുതൽ എന്നെ വിമർശിക്കുന്നത്, ഞാൻ എന്ത് പറഞ്ഞാലും. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് ആവുന്നത്. ഇതൊരു നാണമുണ്ട്. ഇയാളെ അവർ കാണുന്നത് വലിയ സ്ഥാനത്തൊക്കെയാണ്. ഇയാൾ ഈ പറഞ്ഞ വൃത്തിയോടൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഞാൻ ആലോചിക്കും, ശരിയാ, അത്ര സത്യസന്ധത വേണ്ട, കുറച്ച് പൊതിഞ്ഞ് പറയാം, എന്നല്ലേ അവർക്ക് ഫീൽ ചെയ്യും. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ അങ്ങനെ ഞാൻ ഇപ്പൊ കുറെ റിഫൈൻഡ് ആയിട്ട് വന്ന്. പണ്ടിങ്ങനൊന്നും അല്ല, ഡയറക്റ്റ് വിളിച്ച് പറയും. മനസ്സിലാവുന്നുണ്ട്? ഡയറക്റ്റ് കയറി സത്യം വിളിച്ച് പറയും. അപ്പൊ അതിന് ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. പറയുന്ന കുറെ ഗുണങ്ങളുണ്ടെങ്കിലും കുറെ ദോഷങ്ങളുണ്ട്. അതുകൊണ്ട് അവർക്കത് മനസ്സിലാവാതെ പോവുക. ഇയാൾ ഇങ്ങനെ വിളിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫീൽ ചെയ്യത്തില്ലേ? ഫീൽ ചെയ്യണം, അതിനല്ലേ പറയുന്നത്. ഫീൽ ചെയ്യരുത്, അപ്പോഴല്ലേ അവർക്കത് ചെയ്യണം തോന്നത്തുള്ളൂ. ഇല്ല, നിങ്ങൾ ആ ദേഷ്യപ്പെട്ടതിൽ പിടിച്ച്, അല്ലെങ്കിൽ ആ സ്ട്രോങ് ആയിട്ട്, ദേഷ്യപ്പെടുന്നതല്ല, സ്ട്രോങ് ആയിട്ട് ഷാർപ്പായിട്ട് പറയുന്നതെ പിടിച്ചിട്ട് അതെന്താ അങ്ങനെ സംസാരിച്ചെന്ന് പറഞ്ഞാൽ അവർ രക്ഷപ്പെടത്തില്ലേ? അത് ശരിയാണ്. അപ്പോൾ പിന്നെ ഞാൻ അതേ സത്യം തന്നെ കുറച്ച് പൊതിഞ്ഞൊക്കെ പറയുമ്പോൾ ഒന്നും പറയാൻ പറ്റുന്നില്ല, നമ്മളെ കാര്യം ഉൾക്കൊണ്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അവർ കറക്റ്റാവും. അപ്പോൾ അവർക്കത് ബെനിഫിറ്റ് കിട്ടുക. അപ്പം ഇത് ഞാൻ ചീത്തവിളി കേട്ടെങ്കിലല്ലേ പറ്റൂ, എൻ്റെ ഭാര്യയുടെ വഴക്ക് കേട്ടെങ്കിലേ പറ്റില്ല. അവർ സൈക്കോളജി എടുത്തിട്ടല്ലല്ലോ പറയുന്നത്. അവരപ്പോൾ അവർക്ക് എന്താ ഇങ്ങനെ കാണിക്കുന്നതെന്ന് പറഞ്ഞായിരിക്കും അവർ പറയുന്നത്. ഇയാളെങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഇയാളെ ഇത്രയും കാര്യമായിട്ടൊക്കെ കണ്ടിട്ട് അവരോട് മാന്യമായിട്ട് സംസാരിക്കണ്ടേ, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴാണ് ശരിയാണ്. നേരെ മറിച്ച് ഞാൻ പറയും, എന്താടി എനിക്കറിയാം എന്തോ ചെയ്യണമെന്ന്, നീ കൂടുതൽ അങ്ങോട്ട് ഉണ്ടാക്കണ്ട കേട്ടോ, എനിക്കറിയാം എന്തോ ചെയ്യണമെന്ന്, നീ ഇങ്ങോട്ട് പറഞ്ഞു തരാനൊന്നും ഉണ്ടാക്കാനൊന്നും പറഞ്ഞില്ല, എനിക്കറിയാം എന്തോ വേണമെന്നുള്ളത്. ഇത്രയൊക്കെ നീ പറഞ്ഞിട്ടല്ലല്ലോ ആക്കിയത്, പിന്നെ നീ എന്തോ കൂടുതൽ സംസാരിക്കുന്നത്, നിനക്കിത് വല്ലതും അറിയാമോ എന്ന് പറഞ്ഞാൽ അപ്പം നിർത്തും. പക്ഷെ അതോടുകൂടി ഞാൻ പൊട്ടനാവാൻ തുടങ്ങുക, അങ്ങോട്ട് തുടങ്ങുക പൊട്ടനാവാൻ. ഞാൻ ശരിയാണെന്ന് തോന്നി, ഞാൻ ചെയ്യുന്ന എല്ലാം കുഴപ്പമില്ല. ലാസ്റ്റിലായിരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് വൈകി പോയി, ഒരുപാട് ദൂരം പോയി അല്ലേ, ரொம்ப ദൂരം പോയിട്ടാണ് തിരുമ്പി വരവേ മുടിയില്ല എന്ന് പറഞ്ഞോട്ട് ഒരുപാട് ദൂരം പോയി, തിരിച്ചു വരാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാവും. അപ്പൊ ഇത്രയും നാശമാകാൻ കാരണം നമ്മുടെ ഈഗോയാണത്. നമ്മൾ ചീത്ത വിളിക്കട്ടെ, അടിക്കട്ടെ, തെറി പറയട്ടെ അല്ലേ, അപ്പൊ അങ്ങനെ എല്ലാവരും നമ്മളെ ഇൻസൾട്ട് ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ ഈഗോ കുറഞ്ഞു വരുമ്പോൾ, ബാധ പിടിക്കുന്ന കുറഞ്ഞു വരുമ്പോൾ നമ്മൾ കൂടുതൽ ബെറ്റർ ആകുകയും ആളുകളെ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമ്മൾക്ക് പോസിറ്റിവിറ്റി വരികയും നമുക്കൊരു കസ്റ്റമറെ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുന്നു, എല്ലാവരും മനസ്സിലാവുന്നു. നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. മനസ്സിലാവും. നമ്മളിങ്ങനെ ഇരുന്നാലോ എല്ലാവരെയും മനസ്സിലാവുന്നുണ്ട്. അവനെന്തോ വേണ്ട, ഇവനെന്തോ വേണ്ട. അപ്പം നമ്മളത് കൊടുക്കുമ്പോൾ കാശ് കിട്ടും, ഡെവലപ്മെന്റ് കിട്ടും, സ്നേഹം കിട്ടും, എല്ലാം കിട്ടും. അതിങ്ങനെ അടി കിട്ടി അടി കിട്ടി അതായത്
അപ്പൊ എന്നെ അടിക്കില്ലെന്ന് പറഞ്ഞാൽ അതോടുകൂടി പോയി. അത് അടി കൊണ്ട് വളർന്ന ഒരു കുട്ടിയും ചീത്തയായിട്ടില്ല. അടി കിട്ടാതെ വരുന്ന എല്ലാ കൊച്ചും ചീത്തയാവുന്നു ഇല്ല. ഇപ്പൊ പറയും പിള്ളേരെ അങ്ങനെ അടിച്ചു വളർത്തലുണ്ടൊക്കെ. ഓവറാകുമ്പോഴാണ് പ്രശ്നം. കുറച്ചൊക്കെ അടിയൊക്കെ കൊടുക്കണം. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരാളെ അടിക്കുമ്പോൾ ഉള്ള അവൻ്റെ വേദന മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരായിട്ടായിരിക്കും കുട്ടികൾ വളരും. എന്നിട്ടാണ് അവന് ചുറ്റി അടിച്ചിട്ട് ആൾക്കാരെ തലക്കടിച്ച് അച്ഛനെ അമ്മയും കൊല്ലുകയൊക്കെ ചെയ്യുന്നത്. കഞ്ചാവ് അടിക്കാൻ കാശ് കിട്ടിയില്ല എന്ന് പറഞ്ഞു, ലാപ്ടോപ്പ് വാങ്ങിക്കാൻ അല്ല ടാബ് വാങ്ങിക്കാൻ പറ്റിയില്ല, ഡ്യൂക്ക് വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നു. ഇതൊക്കെ ആളുകളെ മനസ്സിലാക്കാനുള്ള പരിഗണന ഇല്ലാതെ പോകുന്നു. അടി കിട്ടി വളരാത്തതുകൊണ്ടാണ്. തന്തമാർക്ക് പറ്റുന്ന കുഴപ്പം എന്തുവാ? അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഒരുപാട് അടി കൊണ്ട് വളർന്ന എൻ്റെ കൊച്ചിന് ഇത് വരരുത്, ഞാൻ അടിക്കത്തില്ല, മാന്യമായിട്ട് പെരുമാറുന്നു. തൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അടി കൊണ്ടിട്ട് നീ ഇപ്പം എന്തുവായി? ഞാൻ ഉദ്യോഗസ്ഥനാണ്, എത്ര 1.5 ലക്ഷം രൂപ സാലറി ഉണ്ട്. ഓക്കെ, നിന്റെ കൊച്ചു അവനിപ്പോൾ എഞ്ചിനീയറിങ് സപ്ലിയാ 13 നീ അടി കൊടുക്കാതെ വളരുന്ന കൊച്ചുണ്ടായി, എഞ്ചിനീയറിംഗ് സപ്ലൈ 13. നീയോ? ഞാനിപ്പോ നല്ല ജോലിയാ, 1.5 ലക്ഷം രൂപ സാലറി ഉണ്ട്, കുഴപ്പമില്ല. നിനക്ക് ആളുകളെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്? ഉണ്ട്. നിനക്ക് എല്ലാവരെയും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലേ ജോലി ചെയ്യാനും വിജയിക്കാനും പറ്റിയത്? അതെ. നിന്റെ കൊച്ചൻ എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഇല്ല, ആരെയും മനസ്സിലാവുന്നില്ല. അച്ഛനെ അമ്മയെ പോലും മനസ്സിലാവുന്നുണ്ട്. പിന്നെ അല്ലേ നാട്ടുകാരുടെ അടി വാങ്ങിച്ചു കൊണ്ടുകൊണ്ടിരിക്കുക. കാര്യം എന്താ? ഓരോ ജോലിക്കൊക്കെ പോയിട്ട് ഒന്നിലും ഉറയ്ക്കുന്നില്ല. ഒരു ജോലിയിൽ പോയി 2 ദിവസം കഴിയുമ്പോൾ എനിക്കിത് പറ്റത്തില്ല, തിരിച്ചു വന്നു. വേറെടുത്ത് പോയി കോഴ്സിന് കൊണ്ട് കൊടുത്തു. കോഴ്സ് പഠിത്തം നിർത്തി. കാരണം എന്താ? ഒരു കോഴ്സിന് കൊണ്ട് ചേർക്കുന്നു, പൈസ കൊടുക്കുന്നു, 2 ദിവസം കഴിയുമ്പോൾ എനിക്കിത് പറ്റത്തില്ല, അടുത്ത് കളയുന്നു. 1 ലക്ഷം 2 ലക്ഷം രൂപ പോയി. അത് കഴിഞ്ഞ് അടുത്ത കോഴ്സിന് പോയി, അത് ഇങ്ങനെ നടക്കും. അത് കഴിഞ്ഞ് ജോലിക്ക് കിട്ടിയ എന്തെങ്കിലും ജോലിക്ക് കയറ്റി അവിടെ നിന്ന് പോയി നിൽക്കാൻ പറ്റുന്നില്ല. ആളുകളെ കൂട്ടത്തിലുള്ളവരെ മനസ്സിലാവുന്നില്ല, കസ്റ്റമേഴ്സിന് മനസ്സിലാവുന്നില്ല. ഈഗോയെ വീട്ടിലിരുന്നപ്പോൾ ഭയങ്കര സുഖമായിരുന്നു. എന്താ? അടിയില്ല കുടി മാത്രമേ ഉള്ളൂ. അപ്പം ഇതൊക്കെയാണ് അവസ്ഥ. നമ്മൾ ആളുകളെ മനസ്സിലാക്കാൻ പഠിക്കുന്നത് എങ്ങനെ? ആളുകളെ ഇൻസൾട്ട് ചെയ്യണം, പറഞ്ഞോളാൻ പറയുന്നു. വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞോട്ട് ബേപ്പൂർ സുൽത്താൻ എന്ന് പറയുന്ന വൈക്കം മുഹമ്മദ് ബഷീർ അവിടെ ഇരുന്ന് മാങ്കോസ്റ്റീൻ മരത്തിന്റെ മുന്നിലിരുന്ന് കൊണ്ട് രാവിലെ സോജാരാജകുമാരിയൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ് രാമഫോണിനകത്ത്. അപ്പോൾ ഒരാൾ വെളിയിൽ വന്നിട്ട് പറയാമോ, വൈ മൂ ബാ ആണോ? അതെ. ആരാ? ഒരാരാധകനാണേ ഒന്ന് കാണാനാ. എന്നാ അവിടെ കാര്യമൊന്നുമില്ല, പൊക്കോ. അല്ല വിമർശകനാണെങ്കിൽ എനിക്ക് ഗുണം ചെയ്യത്തുള്ളൂ. വിമർശകനാണെ കയറിയ ആരാധനയെ കൊണ്ട് എനിക്കൊരു ഗുണമില്ല, കുറെ പുകത്തിയിട്ട് പോകുന്നുള്ളൂ. എന്റെ കുഴപ്പം കണ്ടുപിടിച്ച് എന്നെ കറക്റ്റ് ചെയ്യുന്ന ആള് ആണ് എനിക്ക് ഗുണം ചെയ്യുന്നത്. അതുകൊണ്ടാണ് വൈക്കം മുഹമ്മദ് ബഷീർ അങ്ങനെ പറഞ്ഞത്. ആരാധകനാണെങ്കിൽ വരണ്ട, വിമർശകരാണെങ്കിൽ കയറിക്കണം. അപ്പൊ നമ്മളെ തെറി പറയാനോ ചീത്ത വിളിക്കാനോ ഒക്കെ ലൈസൻസ് എല്ലാവർക്കും കൊടുത്തേക്കാം. അങ്ങനല്ല, നമ്മളെ ഇൻസൾട്ട് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കണം. വേണമെങ്കിൽ കാശ് കൊടുത്ത് ആരെങ്കിലും നിർത്തണം ഇൻസൾട്ട് ചെയ്യാൻ. ശമ്പളം കൊടുത്ത് എന്നെ ഇൻസൾട്ട് ചെയ്യുക, അതാണ് സത്യം. ഇടയ്ക്കിടയ്ക്ക് എന്നാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ അത്ര ബെറ്ററാണ്. ഈഗോ ഒട്ടും വരത്തില്ല, അപ്പൊ ബാധ ഒട്ടും കയറത്തില്ല. ദേവി നമ്മുടെ കൂട്ടത്തിൽ കാണും. ഏതാ? കേട്ടില്ല. ഇൻട്രോവേർട്ട് ഒരു കുഴപ്പമല്ല. മോഹൻലാൽ ഇൻട്രോവേർട്ടാണ്, പറഞ്ഞാൽ വിശ്വസിക്കൂ. മോഹൻലാൽ ഇൻട്രോവേർട്ടാണ്, കണ്ടില്ലേ? ആരെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ കുഴപ്പം? അത് മാറ്റുന്ന എന്തിനാ ഇൻട്രോവേർട്ട്? പലപ്പോഴും എക്സ്ട്രോവേർട്ടിനേക്കാൾ നല്ലത് ഇൻട്രോവേർട്ടാണ്. ജീവിതത്തിൽ അയാൾ ഒബ്സർവ് ചെയ്യും. എക്സ്ട്രോവേർട്ട് വായി തോന്നിയിട്ട് വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കും, ബോധമില്ല, എത്ര അടി കിട്ടിയാലും പഠിക്കത്തില്ല പലരും. പക്ഷെ ഇൻട്രോവേർട്ട് ആയുള്ള ഒബ്സർവേഷൻ ഉണ്ടാവും, മിണ്ടാതിരിക്കും. അത് നല്ല അറിവുണ്ടാവും, ആവശ്യമില്ലാതെ ഒരു വർത്താനം പറയത്തില്ല. മനസ്സിലായി? എന്റെ ഭാര്യ മിണ്ടുന്നില്ല, ജഡ്ജി പറഞ്ഞു ഒന്നുകൂടെ അയച്ച് ഡൈവേഴ്സ് ചെയ്തപ്പോഴേ ഈ കാലത്ത് ഇങ്ങനെയുള്ളതിനെ കിട്ടാൻ പാടാ. കാരണം എന്റെ ഭാര്യ വർത്താനം നിർത്താൻ ഞാൻ പാടിട്ടു. മനസ്സിലായി? അപ്പൊ ഇൻട്രോവേർട്ടായ ബാധ്യത എന്തിനാ? ബോധത്തോടെ പ്രവർത്തിക്കുകയാണ്. ഇൻട്രോവേർട്ട് ആയാലും എക്സ്ട്രാവേർട്ട് ആയാലും ഇതൊന്നും ഒരു കുഴപ്പമില്ല. ബോധത്തോടെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇതൊന്നും ഒരു കുഴപ്പമില്ല. ബോധമില്ലായ്മയാണ് എല്ലാ പ്രശ്നത്തിനും കാരണം.
ബോധമില്ലായ്മയും ദേവിയുടെ പോലുള്ള നല്ല ദേവതകളുടെ പവർ ഇല്ലായ്മ. ഇത് രണ്ടും കൂടെ വരുമ്പോൾ 8ന്റെ പണി കിട്ടും. ഒന്നുമില്ല, ബോധം വേണം, അല്ല ദേവിയുടെ പവർ വേണം. ഇതൊന്നുമില്ലാതെ വരുമ്പോൾ പ്രശ്നം. ബോധമാണ് ഏറ്റവും വലിയ പ്രശ്നം, ബോധമില്ലായ്മയാണ്. അപ്പോൾ അത് മെഡിറ്റേഷൻ ചെയ്യണം. നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ള മെഡിറ്റേഷൻ ചെയ്യണം, അഫർമേഷൻസ് വേണം, മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്യണം. ജപം കൂടുതലാണ്, കുറയ്ക്കണം. അങ്ങനെ ആ സാഹചര്യം അനുസരിച്ചിട്ടാണ്. ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് ചിലപ്പോൾ നിങ്ങൾ ജപിക്കണം, കുറച്ചെങ്കിലും ജപിക്കണം. അത് കൂടാൻ പാടില്ല. അതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സ്റ്റേജ്. പ്ലസ് ഈ മെഡിറ്റേഷൻ ചെയ്യണം, അഫർമേഷൻ ചെയ്യണം. പോസിറ്റീവ് ഫ്രീക്വൻസി ട്യൂണിങ് വേണം. എപ്പോഴും പോസിറ്റീവ് ഫ്രീക്വൻസി ആയിട്ട് ട്യൂൺ ചെയ്ത് നിൽക്കണം. അതിനുള്ള സുഹൃത്തുക്കൾ വേണം, അങ്ങനെയുള്ള വീഡിയോ കാണണം, അങ്ങനെയുള്ള എന്തെങ്കിലും സത്സംഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല അമ്പലത്തിലൊക്കെ പോയി തൊഴണം. അപ്പോൾ 5 സെൻസിൽ കൂടെ പോസിറ്റിവിറ്റി കയറും, നമ്മുടെ ഫ്രീക്വൻസി അങ്ങ് മാറും, ആ മൂഡ് നെഗറ്റീവ് അങ്ങ് മാറും. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഇത് പ്രശ്നം വരത്തില്ല. ഞാൻ കുറച്ചായിട്ട് പുറത്തിറങ്ങാൻ പറ്റുന്നത് എക്സാം ആകുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം, പോസിറ്റീവാണ്. എക്സാം ആകുമ്പോൾ നമുക്കൊരു സംഘർഷം വരാനുള്ള സാഹചര്യമുണ്ട്. അന്തസംഘർഷം ഇത് കഴിയുന്നവരെ നമുക്ക് ടെൻഷനായി. അപ്പൊ നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കണം നമ്മൾ നെഗറ്റീവ് ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൂടുതൽ പോസിറ്റീവ് ആകാനുള്ള സമയം ഉപാസന ചെയ്യുകയും ബാക്കിയുള്ള ആ ഉപാസനയുടെ സമയം കട്ട് ചെയ്യരുത്. ബാക്കിയുള്ള സമയം ചെയ്തോണം. നമ്മൾ ബാത്റൂമിൽ പോകത്തില്ല, ഒരു ദിവസം ഫുഡ് കഴിക്കത്തില്ലേ, മൊബൈൽ നോക്കി അരമണിക്കൂർ കളയത്തില്ലേ, ജപിക്കാൻ മാത്രം സമയമില്ല. അത് കൊള്ളാല്ലേ, അങ്ങനെ പറ്റത്തില്ല എന്ന് പറയണം. നമ്മൾ ജപിക്കാൻ ഒരു 1 മണിക്കൂറെങ്കിലും അതിനുവേണ്ടി അരമണിക്കൂറെങ്കിലും സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണ്. എന്നിട്ട് ദേവിയായിട്ട് സ്നേഹിച്ച് കുറച്ചു നേരം ദേവിയെ സ്നേഹിച്ചുകൊണ്ട് കുറേ ദിവസം ദേവിയെ സ്നേഹിച്ചാൽ കൊല്ലണം. കുറച്ചു നേരം സ്നേഹിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇരിക്കും. അതിനാ ഉപാസിക്കുന്നത്. മറ്റേല്ല റെയിൽവേ ട്രാക്ക് പോലെ ഒരു സൈഡിൽ ജപം, ഒരു സൈഡിൽ ഇതിങ്ങനെ ചിന്തകൾ, ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അതൊന്നും ഉപാസന എന്ന് പറയാൻ പറ്റത്തില്ല. പറയുമ്പോൾ കൂടുതൽ ജീവിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ ഒരു ബന്ധവും കാണത്തില്ല. പഠിക്കുന്ന സമയത്ത് പക്ഷേ കാർ ഓടിക്കാൻ പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചല്ലേ ഓടിക്കുന്നു പറഞ്ഞിട്ട് അന്നേരം നല്ല ബന്ധം ഇതൊക്കെ ആയിരുന്നു. പിന്നെ ഇതങ്ങ് ഒരു സൈഡിലൂടെ ഇങ്ങനെ ജപം നടക്കും, ചിന്തകൾ ഇങ്ങനെ വരുന്നുണ്ടിരിക്കും. കാര്യമുണ്ടോ? ഇല്ലേ, മനസ്സിലാവുന്നുണ്ട്. അപ്പം അതുകൊണ്ട് റിയാലിറ്റിയുടെ ലോകത്തോട് വരണം. വിശ്വാസങ്ങളുടെ ലോകത്തിൽ നിന്ന്, സങ്കല്പങ്ങളുടെ ലോകത്തിൽ നിന്ന് റിയാലിറ്റിയിലേക്ക് വരണം. റിയാലിറ്റിയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ഒരു ഈഗോയും വരത്തില്ല. നമ്മൾ മറ്റുള്ളവരും തമ്മിൽ ഒരു വ്യത്യാസം തോന്നത്തില്ല. അപ്പോൾ ഇമോഷൻസ് വരത്തില്ല. ഒരാൾ നമ്മളോട് ചെയ്യുന്ന ഉപദ്രവം പോലും നമുക്ക് ക്ഷമിക്കാൻ പറ്റും. കാരണം ഞാൻ ഇതിൻ്റെ അപ്പുറം ചെയ്തിട്ടുണ്ട്. ഇവൻ്റെ അവസ്ഥയിൽ അറിവില്ലാത്തപ്പോൾ മനുഷ്യനെല്ലാം ചെയ്യും. ഇവർ ചെയ്യുന്ന എന്താണെന്നറിയില്ല, ഇവരോട് കുറയ്ക്കണം എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള അവസ്ഥയിലാണ്. അപ്പം നമുക്ക് ക്ഷമിക്കാനൊക്കെ പറ്റും ആളുകളോട്. അപ്പോൾ അതുകൊണ്ട് ആ ദേവിയായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകുന്നതാണ് ഇതിനെല്ലാം കാരണം. പോയി നമ്മൾ അറിയത്തുമില്ല. നമ്മുടെ വിചാരം നമ്മൾ ഭയങ്കര ബന്ധമാണ് ദേവിയായിട്ട്. നമ്മൾ ഇത് എല്ലാത്തിലും ഇങ്ങനെ വന്നേ, കള്ളമാന്നേ, കള്ളത്തരമാണ് അടിസ്ഥാനം. നമ്മൾ സ്നേഹമാണ് എൻ്റെ ഭാര്യയോട്. ഞാൻ സ്നേഹിക്കുന്നുണ്ടോ? അതറിയത്തില്ല. നിങ്ങൾക്ക് ഭയങ്കര സ്നേഹമാണ് ഭാര്യയോട്, പക്ഷെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് അമ്മയോട് ഭയങ്കര സ്നേഹമാണ്, അല്ലേ? അല്ലേ? അമ്മയെ സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ ചോദ്യം പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എന്തോ എന്തോ ചോദ്യത്തിന്റെ അർത്ഥം എന്തുവാ? ഒരാളെ എങ്ങനെ സ്നേഹിക്കുന്നത്? അയാൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അയാൾക്ക് ഇഷ്ടമുള്ള എല്ലാം ചെയ്തു കൊടുക്കുക, അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് പെരുമാറുക. ഞാൻ കുറച്ച് മാറുക, എനിക്കിഷ്ടമല്ലെങ്കിൽ അയാളുടെ ഇഷ്ടത്തിന് ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അങ്ങനെയൊക്കെ ആളെ സ്നേഹിക്കുക എന്നുള്ള, കെട്ടിപ്പിടിക്കുക, ഉമ്മ കൊടുക്കുക, അതൊക്കെ അതിൻ്റെ കൂടെ ഉള്ളതാണ്. അത് കൂടാതെ ഇതെല്ലാം ഉണ്ട്. അതല്ല സ്നേഹിക്കുക എന്ന് പറഞ്ഞതല്ലേ. ഒരാൾ ഫേസ്ബുക്കിൽ എഴുതി കൂട്ട്, ഇന്ന് എൻ്റെ കുളത്തിലെ കല്ല് കണ്ടിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അതാണ് ഹെഡിങ്. ഇന്ന് എൻ്റെ കുളത്തിലെ കല്ല് കണ്ടിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. കുളത്തിലെ കല്ല് കണ്ടിട്ട് ഉറങ്ങാൻ പറ്റിയില്ല എന്താണ്? എന്നൊന്ന് വായിച്ചേക്കാം. നോക്കുമ്പോഴാണ് അത് അമ്മ മരിച്ചുപോയി. അമ്മ കുറേ നാളായിട്ട് പറയാറുണ്ട്, ഈ കല്ല് രണ്ടും ഒന്ന് അടുപ്പിച്ചിട്ട് അമ്മയ്ക്ക് തുണി നനയ്ക്കാൻ എളുപ്പമുണ്ടെന്ന്. ആ പ്രായമായ വയ്യാത്ത സ്ത്രീ ഇവന്റെ ജെട്ടി ഉൾപ്പെടെ നനച്ചു കൊടുക്കുന്നത് കഷ്ടപ്പെട്ട് അവിടെ ഇറങ്ങി എത്ര വർഷമായിട്ട്, കുറെ വർഷമായിട്ട് ഇവനോട് പറയാണ്, ഇവന് ആണാണ്, ചെറുപ്പക്കാരനാണ്, ഇവൻ അങ്ങോട്ട് ചെന്നിട്ട് ഇതൊന്ന് നീക്കിയിടാൻ എത്ര മിനിറ്റ് വേണം? പറ അത്രേ ഉള്ളൂ. അവനത് ചെയ്തില്ല. അപ്പൊ അമ്മയെ ഭയങ്കര സ്നേഹമാണ്, പക്ഷെ സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹിക്കുന്നുണ്ടോ ഇത് പോയി ചെയ്യുമല്ലോ.
ഭാര്യയെ ഭയങ്കര സ്നേഹമാണ്, ഭർത്താവിനെ ഭയങ്കര സ്നേഹമാണ്. പക്ഷെ സ്നേഹിക്കുന്നുണ്ടോ ചെക്ക് ചെയ്യണം. ഇല്ലായിരിക്കും. മനുഷ്യന് അബദ്ധം പറ്റും. ഞാൻ എൻ്റെ മോളെ, ഭാര്യയെ, ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം എപ്പോഴും. വേണ്ടേ വേണ്ടേ? അവസാനം ഭാര്യ വല്ലവരുടെ കൂടെ പോയി പറഞ്ഞിട്ട് കാര്യമുണ്ട്. സ്നേഹിക്കുന്നില്ലായിരുന്നു, അയ്യോ സ്നേഹിക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഭാര്യ ഭർത്താവ് വല്ലവരുടെ കൂടെ പോയിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പൊസസീവ്നെസ് സ്നേഹമാണോ? ചെല്ലെന്ന് പറഞ്ഞുകൊണ്ട് 24 മണിക്കൂർ അങ്ങ് സ്നേഹമോ? അങ്ങനെയുള്ളവരുണ്ട്. അത് സ്നേഹമാണോ? അയാൾക്കത് ഇഷ്ടമല്ല. അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പെരുമാറും, അതാ സ്നേഹം. അത് ഭാര്യ ആയാലും ഭർത്താവായാലും. അപ്പൊ ഭാര്യയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ അപ്പൊ കുറച്ചൊക്കെ മനസ്സിലാക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു പരുവത്തിൽ ആണെങ്കിൽ പോലും നമുക്ക് സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ട ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഒരു മനുഷ്യനെ നമ്മൾ ഇങ്ങനെ സ്നേഹിക്കുന്നില്ല, ഫ്രണ്ടേ കാണുന്ന ഒരു മനുഷ്യനെ നമ്മൾ സ്നേഹിക്കുന്നില്ലെങ്കിൽ ദേവിയെ സ്നേഹിക്കുന്നുണ്ടോ? അതാണ് ചോദ്യം. അത് പറയാനാണ് ഈ പറഞ്ഞത്. മറന്നു പോകത്തില്ലേ? നമ്മുടെ മനസ്സിൽ നിൽക്കുമോ? കാണാൻ പറ്റുന്നവരെ ഇവിടെ സ്നേഹിക്കുന്നില്ല. അപ്പോഴാണ് കാണാൻ പറ്റാത്ത ഒരു സാധനത്തിനെ സ്നേഹിക്കണം. അത്ര നടക്കും. നടന്നാ ബാധ പിടിക്കാതിരിക്കും. അത്രേ ഉള്ളൂ. കാശും പോയി, ജീവിതത്തിൽ അസുഖങ്ങളും വന്ന്, ദുരിതം വന്ന് ചത്തുപോകാതിരിക്കും കൂടി കാണാൻ പറ്റാത്ത ഇതിനെ സ്നേഹിച്ചേ പറ്റും. വേറെ മാർഗമില്ല. പോസിറ്റീവ് ബ്രെയിൻ കെമിക്കൽസ് കൊണ്ടുവന്നേ പറ്റും. നമ്മൾ ഓർക്കത്തില്ലെന്നേ, നമുക്കങ്ങ് തോന്നുമല്ലേ നമുക്കെന്താ സ്നേഹമാ, ഭയങ്കര ഭക്തനാ ദേവിയുടെ. എൻ്റെ അത്രയും വലിയ ഭക്തൻ ലോകത്തുണ്ട്. ഇതാണ് നമ്മുടെ എല്ലാം ധാരണ. എന്നുവെച്ചാൽ കുറച്ച് ജപിച്ച ആൾക്കാരുടെ, അല്ലാത്തവരുടെ കാര്യം അല്ലേ പറയും. പുതുതായിട്ട് വരുന്നവർക്ക് അറിയാം ഒന്നും ഇല്ല, അതുകൊണ്ട് അവൻ ശ്രദ്ധിക്കും. മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് ഇതൊന്നും വിശ്വാസമില്ലായിരുന്നു തിരുമേനി. അതുകൊണ്ട് അപ്പോൾ ഭയങ്കര ശ്രദ്ധയാണ് ആദ്യമൊക്കെ. കാര്യം എന്താ? കാരണം അവനറിയാം ഞാനിതൊന്നും യോഗ്യനേ അല്ല. ഈ ശ്രീവിദ്യ കിട്ടാൻ പോലും യോഗ്യത എനിക്കില്ല ഏതായാലത്ത്. അത്ര തോന്നിവാസിയായിട്ടും ഇതിനെ എതിർപ്പും പറഞ്ഞുകൊണ്ട് നടന്ന ആളാ. ഈ കാര്യം ഉണ്ടെന്ന് മനസ്സിലായി. ഇതിപ്പോൾ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തു, എനിക്കിപ്പോൾ ഇത് കൊള്ളാം, അന്നേരം കുഴപ്പമില്ല, കാരണം ചെയ്യും. പക്ഷേ കുറച്ച് കഴിഞ്ഞ് ഇയാൾ നല്ലൊരു ഭക്തനാവും. അവിടാണ് പ്രശ്നം. അവിടെ മുതലാണ് പ്രശ്നം. ഇയാൾ ഭയങ്കര ഭക്തനാവും. അവിടെ മുതൽ പ്രശ്നം. ദേവിയെ സ്നേഹിക്കുന്നില്ല, സ്നേഹമോ ഭയങ്കര ദേവിയോട് അല്ലേ? ഇതെല്ലാം പ്രശ്നമാണ്. അതുകൊണ്ട് നമുക്കൊരു ഫോം വരാതിരിക്കുക എന്നുള്ള ഏക മാർഗം, നമ്മൾ ശ്രീവിദ്യ ഉപാസകനാണ്, ഭക്തനാണ്, മെഡിറ്റേഷൻ ചെയ്യുന്ന ആളാണ്, നമ്മൾ സ്പിരിച്വലി എന്തോ ഒരു അവതാരമാണെന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നിക്കളയും. ഇതൊക്കെ പ്രശ്നമാണ്. ഞാനൊരു പട്ടിയാന്ന് പറയണം. ഞാൻ അവതാരമല്ല, കുന്തമല്ല, ഒരു പട്ടിയാന്ന് പറഞ്ഞാൽ അതാണ് ആത്മീയ വളർച്ച. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അതൊരു സ്നേഹവും ഭക്തി വ്യത്യാസം ഇല്ലല്ലോ. വ്യത്യാസം ഉണ്ടെങ്കിലല്ലേ വ്യത്യാസം പറയാൻ പറ്റും. സ്നേഹം തന്നെയാണ് ഭക്തി. യഥാർത്ഥ സ്നേഹത്തിനെയാണ്, അൺകണ്ടീഷണൽ ലവിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. അൺകണ്ടീഷണൽ ലവിൽ എങ്ങനെ? കാമുകന്റെ വളപ്പൊട്ടുകൾ കാമുകിയുടെ സൂക്ഷിച്ചു വെക്കുന്ന കാമുകൻ വലുതായിട്ടോ പുറത്തു നോക്കുന്ന ആളിന് ഇവന് എന്തൊരു വട്ടനാന്ന് തോന്നും അല്ലേ? പിച്ചുരുട്ടി ഇല്ലാത്തവനാണ് അവർ കാണിക്കുന്ന ചാബല്യങ്ങളൊക്കെ. അതുപോലെയല്ലേ ദേവിയെ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു, വിളിച്ചു വരുത്തി പൂജ നടത്തുന്ന. അങ്ങനെ പൂജ നടത്തുമ്പോൾ അത് ദേവി സ്വീകരിക്കുന്നു. അങ്ങനെ നടക്കുമ്പോഴാണ് ഈശ്വരനെ നമ്മൾ അതുപോലെ സ്നേഹിക്കുന്നു. അൺകണ്ടീഷണൽ, ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കണം. ഇത്രയൊക്കെ ജപിച്ച് ഉണ്ടാക്കി വെച്ചിട്ട് കഴിഞ്ഞ മാസത്തെ ഇൻകം കണ്ടോ കച്ചവടത്തിൽ നിന്നുള്ളത്? എന്തിനാ ഇതിനെയൊക്കെ വെച്ച് പൂജിക്കേണ്ട കാര്യം എന്ത്? അൺകണ്ടീഷണലാവും. ഇത്രയൊക്കെ ജപിച്ച് പുകഴ്ത്തി. സാറിനറിയോ, തിരുമേനിക്കറിയാവോ, ഞാൻ ഒരു ദിവസം എനിക്ക് സമയം ഒട്ടുമില്ല, എനിക്ക് അത്രയും ബുദ്ധിമുട്ടി കിടന്നിട്ട് പോലും ഒരു ദിവസം ഞാൻ ഉപാസന മുടക്കിയില്ല, ഒരു ദിവസം പോലും. എന്നിട്ടാണ് എനിക്ക് അപ്പം ഈ ഉപാസന ചെയ്യുന്നതൊക്കെ എന്നില്ല ഏതാണ്ടോ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവിടെ സ്നേഹം എന്ന് പറയാൻ പറ്റുമോ? കണ്ടീഷൻ ലവ് അതൊക്കെ. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്ന ഇങ്ങനെ ഭയങ്കര സ്നേഹമാണെന്ന് പറയും. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നത് 2 ദിവസം ഉദ്ദേശിക്കുന്ന കാര്യം കൊടുക്കാതിരുന്ന് നോക്കണം, അപ്പം അറിയാം. ഗൾഫിൽ പോകുന്ന ഭർത്താവ് പറയും തിരിച്ച് ഇടയ്ക്ക് വന്നിട്ട് ഭാര്യയെ പോകാൻ നേരം ഭയങ്കര കരച്ചിലാണ് ഭാര്യ എല്ലാ പ്രാവശ്യവും. ചേട്ടാ ചേട്ടൻ പോകണ്ട ചേട്ടാ, ചേട്ടൻ ഇവിടെ നിൽക്കുക ചേട്ടാ,
അപ്പോൾ ഒരു പ്രാവശ്യം ഭർത്താവ് വന്നിട്ട് പറഞ്ഞു, പ്രിയേ നിന്റെ ആഗ്രഹപ്രകാരം ഇനി ഞാൻ പോകുന്നില്ല. എന്ന് പറയാൻ എങ്ങനാ? അല്ല, നീയല്ലേ എല്ലാ പ്രാവശ്യം പറയുന്നത് സ്നേഹമാണ്, നമുക്ക് ഒന്നിച്ച് കഴിയണം, ചേട്ടൻ പോകണ്ട എന്ന് പറയുന്നു. ഇനി ഞാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ച അതുകൊണ്ടാണ്. നിങ്ങളത് വിശ്വസിച്ചോ മനുഷ്യ? അല്ലേ? പോയി പണിയെടുക്കണമെന്ന് പറയും അല്ലേ? അതാ പറഞ്ഞേ സ്നേഹമാണ്. പക്ഷെ കൊച്ചിനെ സ്നേഹിക്കുന്ന എങ്ങനെയാണോ അമ്മ? അല്ല, കൊച്ചു ചവിട്ടിയാലും അമ്മഞ്ഞൊക്കെ കടിച്ച് മുറിക്കും പിള്ളേർ, പക്ഷെ പിന്നെയും കൊടുക്കും, കണ്ണീര് ഉടച്ചുകൊണ്ട് കൊടുക്കും. സ്നേഹം അത് അൺകണ്ടീഷനിലാവുക. അമ്മയ്ക്ക് മകനോടുണ്ടാവും, മകൻ അമ്മയോട് പലപ്പോഴും അൺകണ്ടീഷൻഡ് ലവ് ആയിരിക്കും ഉണ്ടാവും, പക്ഷെ അമ്മയ്ക്ക് മകനോടുണ്ടാവും അൺകണ്ടീഷൻഡ് ലവ്. ഒരു ഉദാഹരണം എനിക്ക് അനുഭവപ്പെടുന്നത് ഇപ്പോഴ് അമ്മയുടെ അടുത്ത് പോയിരുന്ന അതിൻ്റെ വർത്തമാനം അതിൻ്റെ കണ്ണിലേക്ക് നോക്കുമ്പോഴും അതായിട്ട് ഒന്ന് ഇരുന്ന് വയവർക്കുന്ന ഫലം ജനത്തിൽ കിട്ടുന്നില്ല. അമ്മയുടെ അടുത്ത് പോയിട്ട് സ്വന്തം അമ്മയുടെ അടുത്ത് പോയിട്ട് ആ കാലം അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കറക്റ്റാണ്. ഈ അടുത്ത് പോയിട്ട് അമ്മയ്ക്ക് പിടിച്ചു എന്താണ് ഇങ്ങനെ തൂങ്ങിയിട്ടുണ്ടല്ലോ അതിന്റെ ഒരു സുഖം ജനത്തിൽ കിട്ടും ഒരിക്കലും. കാരണം അത് ഒറിജിനാലിറ്റിയാണ്. നമ്മുടെ ഇവിടെ ജീവിതത്തിൽ ഒറിജിനാലിറ്റി അതാണ്. മറ്റേ നമ്മൾ എന്താണ് അറിയുന്നത് അത് സുഖം. അതാണ് അമ്മയായിട്ടുള്ള കണക്ഷൻ ഏറ്റവും ഇഷ്ടം. ആ ഘട്ടത്തിൽ അത് വേറെ ഒന്നും കിട്ടത്തില്ല. ജപം ഒരു ഘട്ടം കഴിയണം, അപ്പോൾ ആ ലെവല് അതിനപ്പുറം പോകും, അത് വേറെ വിഷയം. പക്ഷെ ആദ്യത്തെ ഘട്ടത്തിൽ അതിനൊക്കെ അപ്പം അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ? സ്റ്റാർട്ടിങ് അവിടെ നിന്നാണ് നമ്മൾ പഠിക്കുന്ന അടിസ്ഥാനം. അത് ആ ആർക്കിടൈപ്പാണ് കണക്ട് ചെയ്യുന്നത്. ഉപബോധം മനസ്സിലായി. അമ്മയുടെ കൊച്ചിലെ കിട്ടിയ ആ മഞ്ഞപ്പാലിന്റെ മധുരം ഇതൊക്കെ ആ ആർക്കിടൈപ്പ്, ആ സ്നേഹത്തിന്റെ ഓർമ്മ ഉപബോധ മനസ്സിൽ എന്റെ ന്യൂറോൺ നെറ്റ്വർക്കിൽ കിടക്കുന്നതാണ്. ഞാൻ ദേവി ഉപാസന ചെയ്യുമ്പോൾ തടപടഞ്ഞ് എഴുന്നേക്കുന്നത് ആ സമയമാകുമ്പോൾ. അത് അതിലോട്ട് കണക്ട് ചെയ്യുക. കാരണം എന്താ, അത് കുറച്ചുകൂടെ ആഴമുണ്ടായി നമ്മൾ പറയുന്നതിലും. ഈ അമ്മയിലൂടെ ഈ സ്നേഹം വരുന്നത് ഈശ്വരൻ കാരണമല്ലേ, അല്ലാതെ അമ്മയുടെ മിടുക്കെന്നുള്ളതല്ലത്. നമ്മൾ പലപ്പോഴും അങ്ങനെ വിചാരിക്കുന്നത് അമ്മയുടെ മിടുക്കൂടാ, അങ്ങനെയല്ലത്. അമ്മയുടെ മിടുക്കല്ലത്. അമ്മയിലൂടെ ഈ ദേവി തന്നെയാണ് നമുക്ക് അമ്മിഞ്ഞപ്പാല് തന്നതും നമ്മളെ വളർത്തിയെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു തലമുണ്ട്, ഒരു ഘട്ടമുണ്ട്. അയ്യോ, അപ്പൊ സർവം ദേവിയായിട്ട് അങ്ങ് മാറുക. സർവം ഖൽവിതം ബ്രഹ്മ എന്ന് പറയും അല്ലേ? ആ ദേവിയോടുള്ള സ്നേഹം. അപ്പൊ എല്ലാം പ്രളയം വന്നു കഴിഞ്ഞാൽ കുളത്തിലെ വെള്ളം, ആറ്റിലെ വെള്ളം, കിണറ്റിലെ വെള്ളം ഒന്നും വല്ലതും ഉണ്ടോ? എല്ലാ വെള്ളം ഒന്നായ കൂട്ട് നമ്മൾ ആ ദേവിയോടുള്ള സ്നേഹത്തിൽ നമ്മൾ മുഴുവൻ നിറഞ്ഞ കവിയും. പിന്നെ അത് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ആനന്ദമയകോശം എന്ന് മനസ്സിലാവും. അതാണ് സമാധി. അതിന്റെ കുറച്ചുകൂടെ എക്സ്ട്രീമായ സമാധിയായി. പിന്നൊന്നുമില്ല. പ്രളയം പ്രഹർഷേണ ലയം ഇത് പ്രളയം എന്നാണ്. ആനന്ദപ്രകർഷത്തിൽ നമ്മൾ സമാധിയിലേക്ക് പോകും. അപ്പൊ അത് എല്ലാ മൃഗങ്ങളിലും ഉണ്ട്. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മുടെ അമ്മ എന്നുള്ള ആ മാതൃത്വം എന്ന് പറയുന്നത് എല്ലാ മൃഗങ്ങളിലും ഇല്ലേ? ഒരു ഘട്ടത്തിലേക്ക് ഉള്ളതാണ് ശരിക്കും. അത് കൂടി നിൽക്കുന്ന ഒരു ഘട്ടം കൊച്ചിലെ. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചൊക്കെ വ്യത്യാസം വരും. 4 മക്കളുണ്ടെങ്കിൽ കൂടുതൽ സംവിധാനമുള്ള ആൾക്കാർക്ക് ഒരു ചട്ടുകം ചോറ് കൂടുതൽ വീണൊക്കെ പോവും. അപ്പം അത് സ്വാഭാവികം. പക്ഷെ ആ കൊച്ചിലെ അങ്ങനല്ല. അതാണ് പറയുന്നത്, ആ മാതൃത്വ ഈശ്വരൻ ദേവിയാണ്, അമ്മയാണ്, ദേവിയാണ് അമ്മയിലൂടെ പ്രവർത്തിക്കുന്നത്. പക്ഷെ എന്ന് പറഞ്ഞാൽ അമ്മയുടെ പ്രാധാന്യം കുറയുന്നില്ല. രണ്ടും രണ്ടല്ല. അമ്മയ്ക്ക് അത്രയും പ്രാധാന്യമുണ്ട്. ആനന്ദം എന്നുള്ളൊരു ഡാൻസ്, അതായത് ഇത് ആനന്ദം സ്വരൂപിണി പോട്ടെ, ഈ ആനന്ദം എന്നുള്ളത് അമ്മയുടെ കിട്ടാൻ. അതെ, അത് നമുക്ക് പ്രത്യക്ഷത്തിൽ കിട്ടുകയല്ലേ. സെർച്ച് ചെയ്യുന്നുണ്ട്, എഫക്റ്റ് ചെയ്യുന്നു അല്ലേ? ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ആ പാട്ട് എങ്ങനെയല്ല, മറ്റേ അമ്മാവേ വണങ്കാതെ അമ്മാവേ വണങ്ങാതെ നേരിൽ നിന്ന് പേസും ദൈവം പെറ്റ തായല്ലേ പേരുണ്ട് ഏത്. പിന്നത്തേക്ക് ലൈനൊക്കെ ഭയങ്കര രസമാണ്. കരുമാരി, മുത്തുമാരി, അവരൊക്കെ ഈ ദൈവങ്ങള് ഈ അമ്മയല്ലേ? ഒരു തങ്കം അല്ലെങ്കിൽ വൈഡൂര്യം, മാണിക്യം, ഇതൊക്കെ ഒരു താഴേക്ക് ഈടാകുമോ? പകരം വെക്കാൻ പറ്റുമോ? അപ്പം അല്ലേ? അപ്പം എന്ന് പറയുന്ന കൂട്ടല്ല ശങ്കരാചാര്യരുടെ മാതൃപഞ്ചകം
ഗൃഹാതനത്തെ ആ പോയിന്റ് അതില് യുവതലമുറക്ക് കൊടുക്കേണ്ടതാണ്. തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ അന്ന് ഒരു വീഡിയോയില് അന്ന് ഇട്ടിട്ടുണ്ട്, അമ്മ സന്തോഷം കിട്ടുന്ന അമ്മയോട് പോയിരുന്ന അവിടെയുണ്ട്. അത് ഭയങ്കര എഫക്റ്റാണ്. അത് കുറെ ആൾക്കാർ ഞാൻ അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ അത് നമ്മള് സിമ്പിൾ ആവും. കാരണം അമ്മ നമ്മുടെ സബ്ജക്റ്റിന് മറന്നു പോകണല്ലോ ഇപ്പോൾ ഈ കാലഘട്ടം. അവിടെ ജമ്പു അല്ല, എന്തുണ്ടായിട്ടില്ല. അമ്മയെ സ്നേഹിക്കുന്ന ഒരു മകന് എല്ലാവരും കൂടെ സ്നേഹം ഉണ്ടാവും. അതാണ് എൻ്റെ ആ ഒരു ശീലം ഉണ്ടാവും, ആ ഒരു പരിഗണന ഉണ്ടാവും, ആ ഒരു കാരണം ആ മാതൃത്വം ശരിക്കും പരിഗണനയാണ്, അത് ഈശ്വരീയതയാണ്. അപ്പം നമുക്കും ആ ഈശ്വരീയത വരുമ്പോൾ നമ്മളും അറിയാതെ ആ ഈശ്വരീയത നമ്മളിലൂടെ ഈ ഒരു മൃഗം അതിൻ്റെ കുഞ്ഞിനോട് കാണിക്കുന്ന കൂട്ട് തന്നെ നമ്മൾ എല്ലാവരിലോടും ആ സാധനം വരും. അതൊരു വ്യക്തിയോടൊന്നുള്ളതല്ല, നമുക്ക് ആ ക്വാളിറ്റി ഉണ്ടായി വരും. അപ്പൊ അത് നമ്മൾ പഠിക്കുന്ന ബാലപാഠങ്ങൾ അമ്മയിൽ നിന്നാണ് ഈശ്വരീയത പഠിക്കുന്നു. നമ്മൾ പറയുന്നത് അമ്മയ്ക്ക് തിരിച്ചറിയാം. നമ്മളെ അമ്മ അതൊന്നും തിരിച്ചറിയലില്ല. എന്നെ സംബന്ധിച്ചോളം നമ്മൾ ഏത് 5 മക്കളും പോയിരുന്ന ഞാൻ പറയുന്നത് കേട്ടിട്ട് കർണാടക അവിടെ സ്നേഹം മുഴുവൻ വെള്ളമുണ്ടായിരുന്നു. അവിടെ അതിനെ തർജ്ജമ ചെയ്യാൻ പോയിട്ടില്ല അമ്മ. എന്ത് പറയുന്നത് ഭൂഷണാണ്. അതാണ് നമുക്ക് അങ്ങനെ വേർതിരിച്ചറിയേണ്ട ആവശ്യമില്ല. പിന്നെ മനുഷ്യൻ്റെതായ കുഴപ്പങ്ങളൊക്കെ എല്ലാ വൃത്തിയിലും നമ്മൾ അതിൻ്റെ ആ ഈശ്വരീയത മാത്രം എടുത്ത് മുന്നോട്ട് പോവാം. നമ്മള് ശരിക്കും ദേവി ഉപാസനയിൽ നമുക്ക് ആ മാതൃത്വം നമുക്കറിയാൻ പറ്റും. അത് ഉണ്ടെങ്കിൽ ഈ കുണ്ടലിനി എല്ലാം നേരെയായി പോകും. ഒരു പ്രശ്നങ്ങളും ഇല്ല. ഈ പ്രശ്നം വന്നാലും അത് മാറിക്കോളും. ദേവി തന്നെ ഗൈഡ് ചെയ്യും. ദേവി തന്നെയാണ് ഗുരു. അതിനപ്പുറം ഒരു ഗുരുവില്ല. ഏറ്റവും നല്ല ഗുരു ദേവി തന്നെയാണ്, അല്ലേ? അതിനപ്പുറം ഒരു ഗുരുവില്ല. പക്ഷെ നമ്മൾ ഈ സിമ്പിളാണ്. അതായത് ചുരുക്കത്തിൽ പറഞ്ഞു വന്നതിൻ്റെ കാര്യത്തിലോ നമ്മുടെ ഉള്ളിൽ അറിയാതെ പോലും എന്തെങ്കിലും ഒരു ആശയം കൂടുവെക്കാൻ അനുവദിക്കരുത്. ആശയങ്ങൾ അടിമത്തത്തെ ഉണ്ടാക്കും. ആശയം ഉണ്ടായിപ്പോലെ ആശയം അനുസരിച്ച് ജീവിക്കേണ്ടി വരും. ആശയത്തിൻ്റെ അടിമയായിട്ട് ജീവിക്കും. അപ്പോൾ നമുക്ക് ഒരാളെ കഴിഞ്ഞ ദിവസത്തിൽ അച്ഛനെ കൊണ്ട് ബൈക്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ആളിനെ പോലീസുകാരൻ തവണ നിർത്തി ഹെൽമെറ്റ് ഇല്ലാത്തതിന് പേടടച്ചപ്പോൾ ആൾ മരിച്ചുപോയി. ഈ പോലീസുകാരനൊക്കെ എന്ത് നന്നാവും. ഇതിനൊക്കെ ഈ പറയുന്ന പോലീസുകാരൻ്റെ കാര്യം പറഞ്ഞത്. പോലീസുകാർ നല്ല ആൾക്കാരുണ്ട്. ആശയത്തിൽ ജീവിക്കുന്ന ആളായത് ഹെൽമെറ്റ് ഇല്ലാതെ ഓടിക്കാൻ പറ്റും. ആശയം, ആ ആശയം നോക്കിയിട്ട് പിന്നെ കണ്ണില്ല, ബോധമില്ല. ഇങ്ങനെ നമുക്കൊരാശയങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നത്? നമുക്ക് നല്ലതെന്ന് തോന്നുന്നതാണ് നമ്മുടെ ആശയമായി മാറുന്നത്, അല്ലേ? അപ്പോൾ കള്ള് കുടിക്കുന്ന ആളുടെ കൂടെ കൂട്ടുകുടുംബം അയാൾ കള്ള് കുടിക്കുന്നത് നല്ലതാണെന്ന് പറയുമ്പോൾ അത് നല്ല ആശയമായിട്ട് നമ്മുടെ ഉള്ളിൽ വരുന്നു. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് അത് നമ്മളെ സ്വാധീനിക്കുന്നില്ലേ? പിന്നെ നമ്മൾ അത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ ആ ആശയത്തിൻ്റെ അടിമയായി. അത് നല്ലതായാലും ചീത്തയായാലും ആശയം പ്രശ്നമാണ്. കാരണം നല്ലതാണ് വിചാരിച്ച് ചെയ്യുന്നതാണ് പലതും മോശമാകുന്നത്. ആരും മോശം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? കൊലപാതകം ചെയ്യുന്നതും വിചാരിക്കുന്നത് അപ്പം നല്ലതാണെന്നല്ലേ? അതുകൊണ്ടല്ലേ അത് മോശമാണെന്നുണ്ടെങ്കിൽ അവനത് ചെയ്യത്തില്ലല്ലോ. ചെയ്യോ? അപ്പൊ അതാണ് ആശയം ഉള്ളി വന്നിട്ടല്ലേ. ഒരാശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെയും കൊല്ലാം. ഒരാശയത്തിന്റെ പിൻബലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ക്രൈമും ചെയ്യാം. കാരണം നിങ്ങൾക്ക് ഒരു കുറ്റബോധം ഉണ്ടാവത്തില്ല. കുറ്റബോധം ഇല്ലാതെ ഒരു കാര്യം ചെയ്യണം. എന്ത് വേണം? ഒരാശയം മതി. ഒരു തിയറി പോരെ, ഒരാശയം പോരെ. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും. നല്ലൊരാശയം, എന്ത് ക്രൈമും ചെയ്യാം. മനസ്സിലായോ? ജൂലിയസ് സീസറിന്റെ കഥ കേട്ടിട്ടില്ലേ? ആളുകളെല്ലാം പ്രവർത്തിക്കുന്നത് ആശയം വെച്ചിട്ടാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? മാർക്ക് ആന്റണിയുടെ പ്രശ്നം ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമാണ്. ജൂലിയസ് സീസറെ അസാസിനേഷൻ ചെയ്ത് കൊന്ന്, ഗൂഢാലോചന ചെയ്ത് കൊന്ന് വെട്ടിയിട്ടിരിക്കുക. അതാ ഞാൻ പറഞ്ഞ ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി പറഞ്ഞ അതാ പറഞ്ഞത്. അതാ പറഞ്ഞ ജൂലിയസ് സീസറെ കൊന്നിട്ടേക്കുവാ ബ്രൂട്ടസ് പറയുന്നത്. ഇപ്പൊ ജനങ്ങളെല്ലാം ഇങ്ങനെ ഇരിക്കുക. ഈ ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ജൂലിയസ് സീസറിന്. അതിന്റെ പേരിൽ ഇത് ഇങ്ങനെ ഒരു
കൊടുങ്കാറ്റ് പോലെ ജനങ്ങൾ വരും. അപ്പോൾ ഈ ജനങ്ങളെ സിമ്പിളായിട്ട് ബ്രൂട്ടസ് മാർക്കാൻ്റെക്ക് പിന്നെ അവസരം കൊടുത്തു. ആദ്യം കയറി ഇവരെ നമ്മളിങ്ങനെ കയ്യിലെടുക്കണം ജനങ്ങളെ. പിന്നെ ഇവർ നമ്മൾ പറഞ്ഞാൽ അതുപോലെ പ്രവർത്തിക്കും. ഒരു മാർക്കാൻ്റിനെ നമുക്ക് തട്ടാതെ കഴിഞ്ഞു എന്നുള്ള രീതിയിൽ പ്രസംഗിക്കുകയാണ്. ബ്രൂട്ടസ് പറഞ്ഞു എന്ത് ചെയ്യാം, ഞങ്ങൾക്ക് സീസറെ കൊല്ലേണ്ടി വന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് കൊന്നത്, ഈ തെറ്റ് ചെയ്ത് എന്താണെന്ന് ചോദിക്കും. പക്ഷെ ഞങ്ങൾ വളരെ ദുഃഖത്തോടെയാണ് ഞങ്ങളത് ചെയ്യുന്നത്, ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നു. എന്താ കാരണം, ജൂലിയസ് സീസർ ഭയങ്കര സ്വേച്ഛാധിപതിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിൽ അങ്ങനെ ആപത്താണ്. ഹിറ്റ്ലറുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇതാകുന്നു, സ്വേച്ഛാധിപതിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിവൃത്തിയില്ലാതെ ഞങ്ങൾക്കത് ചെയ്യേണ്ടി വന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യം പോകുമ്പോൾ ജനങ്ങൾ കൈയ്യെടുക്കുക. നന്നായി നന്നായി, വെരി ഗുഡ്, സീസറെ കൊന്നത് നന്നായി. അത് കഴിഞ്ഞ് മാർക്കാൻ്റണി കിട്ടും. ഇനിയിപ്പോൾ കുഴപ്പമില്ല, ആൾക്കാരൊക്കെ നമ്മുടെ കയ്യിലായല്ലോ. മാർക്കാൻ്റണി അങ്ങോട്ട് വന്നിട്ട് ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള സ്പീച്ചായിട്ടാണ് പറയുന്നത്. സുഹൃത്തുക്കളെ, ബ്രൂട്ടസ് റൈറ്റാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും ബ്രൂട്ടസ് വളരെ ശരിയാണെന്ന് പറഞ്ഞു. ഇവർക്കൊന്നും പറയാൻ പറ്റത്തില്ല. സീസർ സ്വേച്ഛാധിപതി ആയി എന്ന് പറഞ്ഞു. ബ്രൂട്ടസ് ഈസ് റൈറ്റ്. എന്തുകൊണ്ടാണ് സീസർ സ്വേച്ഛാധിപതിയായത്? റോമിന് വേണ്ടിയിട്ടാണ് സീസർ സ്വേച്ഛാധിപതിയായത്. സ്വേച്ഛാധിപതി ആയിട്ടുണ്ടെങ്കിൽ അത് റോമിന് വേണ്ടിയിട്ടാണ്, നമുക്ക് വേണ്ടിയിട്ടാണ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ബ്രൂട്ടസ് ശരിയാണ്. സുഹൃത്തുക്കളെ, സീസറിന്റെ ദേഹത്തുള്ള 1000 മുറിവുകൾ പറ്റുമെങ്കിൽ 1000 നാവുകൾ തുന്നിച്ചേർക്കാൻ പറ്റുമെങ്കിൽ തുന്നിച്ചേർത്തിട്ട് 1000 മുറിവുകളിലൂടെ 1000 നാവുകളിലൂടെ ഞാൻ സത്യം വിളിച്ചു പറഞ്ഞേനെ. നമുക്ക് വേണ്ടിയിട്ടാണ് സീസർ ജീവിച്ചതും മരിച്ചതും. അപ്പൊ കൊന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് സീസർ ജനിച്ചതും മരിച്ചതും. ബ്രൂട്ടസ് ശരിയാണ്. ഇതങ്ങോട്ട് കഴിഞ്ഞതും ജനങ്ങൾ കൊടുങ്കാറ്റായിട്ട് വന്ന് ഇവരെല്ലാം കൊല്ലുകയൊക്കെയാണ് അതിൻ്റെ കഥ. സിന്ന എന്ന് പറഞ്ഞിട്ടൊരു കവി ഉണ്ടായിരുന്നു, പാവപ്പെട്ട. ഈ കൂട്ടത്തിൽ സിന്ന എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടായിരുന്നു. അവൻ്റെ ഇവൻ്റെ പേരൊന്നാന്ന് പറഞ്ഞ് ഈ കവിയെ കൊന്നു കളഞ്ഞു. ജനങ്ങൾ ഭ്രാന്ത് പിടിച്ചിട്ട് ആ പേരൊന്നാന്ന് പറഞ്ഞു. അപ്പൊ എന്ന് പറഞ്ഞ പോലെ എന്താ നമ്മൾ പറഞ്ഞു വന്നേ? ഇത് പറഞ്ഞപ്പോഴേ പറഞ്ഞേ നമ്മള് ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെ ആളുകളെയൊക്കെ നമുക്കൊരാശയം വെച്ചിട്ട് എങ്ങനെ മാറ്റാം. അപ്പൊ ആദ്യം ഒരാശയം പറഞ്ഞു, എന്താ സോമിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് തിരിച്ചൊരാശയം പറഞ്ഞപ്പോഴത്തേക്ക് മാറി കണ്ടോ. എല്ലാവരും ആശയത്തിന്റെ അടിമകളാണ്. അവിടെ ആശയമില്ലാത്ത ഒരാളൊരു ബുദ്ധനാണ്, ഒരു രമണ മഹർഷിയോ ഒരു കൃഷ്ണനോ ഒക്കെയാണ്. കൃഷ്ണൻ ആശയത്തിന്റെ അടിമയല്ല. അതുകൊണ്ടാണ് ഇടയ്ക്ക് അഭിമന്യനെ കൊന്നു അറിഞ്ഞപ്പം ചക്രവോട് തടിക്കാൻ ഇറങ്ങിയത്. അപ്പോഴാണ് കണ്ടത്, അളിയ നമ്മളിങ്ങനെ ഒരു സത്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ആയുധം എടുക്കത്തില്ല എന്നൊക്കെ. ആണോ? ആ ഒന്നാ വേണ്ട, അയാളൊന്നും നോക്കുന്നില്ല, അതിനൊന്നും കമ്മിറ്റ്മെന്റ് ഇല്ല. ആ ഒരു ആശയത്തിന്റെ അടിമയല്ല. ആശയം നമ്മളെ വലുതാക്കി. ഏത് ക്രൈമും ചെയ്യാൻ ഒരു ആശയം മതി. അതൊക്കെ പരസ്യമായിട്ട് പറഞ്ഞ പല തെറ്റിദ്ധാരണയുണ്ട്. ദേവിക്ക് കൊടുക്കാനാന്ന് പറഞ്ഞാൽ എന്തും, ഒരാളെ ബലി കൊടുക്കുന്നതിന് തെറ്റുണ്ടോ? ഒരാളെ ബലി കൊടുക്കുന്നത് തെറ്റുണ്ടോ? ദേവിക്ക് കൊടുക്കാനാന്ന് പറഞ്ഞാൽ പോരെ? അതിന് ന്യായം പറഞ്ഞാൽ പോരെ? അത് ദേവി, അതാണ് ആ മൃഗത്തിന് മോക്ഷം കൊടുക്കുക, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് മോക്ഷം കൊടുക്കുക എന്ന് പറഞ്ഞാൽ പോരെ? ഏതാ? അമ്മയല്ലല്ലോ കൊല്ലുന്നത്, നമ്മളല്ലേ കൊല്ലും. നമ്മൾ അതാ ഞാൻ പറഞ്ഞ അത് ഞാൻ അതിൻ്റെയൊക്കെ കിടക്കുന്നില്ല, കാരണം അത് വേറെ വിഷയങ്ങളുണ്ടാവും. അപ്പം ശരിക്കും ആശയങ്ങൾ ഉണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞത്. തീവ്രവാദികൾ എന്താ ചെയ്യുന്നത്? പേൽഗാമി വെടിവെച്ച് കൊല്ലാൻ അവനെന്താണ് മടി വരാത്തത്? അവന്റെ കൈ വരയ്ക്കാത്ത എന്താണ്? ഈശ്വരന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ എന്തും കാണിക്കാം. അവിടെ നമ്മൾ മനുഷ്യനായിട്ട് മാനവികതയോടുകൂടി, മാനവിക ബോധത്തോടുകൂടി മനുഷ്യനായിട്ട് ബോധത്തോടെ പെരുമാറാൻ സത്യസന്ധതയും ധർമ്മവും.
ആ ധർമ്മം ശരിയല്ല. ആ ധർമ്മത്തിനനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ ഈശ്വരനെ പോലും വെല്ലുവിളിക്കാൻ നമുക്ക് പറ്റണം. അപ്പോഴാണ് യഥാർത്ഥ ഈശ്വരന് മനസ്സിലാവും ധർമ്മമാണ്, ധർമ്മബോധമാണ്. ഇനി ആരാന്ന് പറഞ്ഞാലും ധർമ്മം വിട്ടിട്ട് കളിക്കരുത്, സത്യം വിട്ടിട്ട് കളിക്കരുത്. ആ സത്യവും ധർമ്മവും മനസ്സിലാവണമെങ്കിൽ എളിമ വേണം. ശകലമെങ്കിലും ആശയം ഉള്ളിലുണ്ടെങ്കിൽ ധർമ്മം, ഇപ്പോഴത്തെ എൻ്റെ ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതിനുള്ള പണി കിട്ടുന്നത്. തീരുമാനം എടുക്കാൻ ഒരുപാട് സെക്കൻഡ് സമയങ്ങളൊന്നും കിട്ടത്തില്ല. ചിലപ്പോൾ ഒറ്റയടിക്ക് തീരുമാനം എടുക്കേണ്ടി വരും. അവിടെ നമുക്ക് കള്ളത്തരം ഉണ്ടെങ്കിൽ, നമ്മൾ ആശയങ്ങളുണ്ടെങ്കിൽ ആ ആശയം വെച്ച് വേണോ ധർമ്മം അനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് ആലോചിക്കുന്നതൊക്കെ എല്ലാം കൈവിട്ട് പോകും. പണിയാവും, അല്ലെങ്കിൽ ചെയ്യുന്ന കുഴപ്പമോ, അല്ലെ അങ്ങ് പ്രവർത്തിക്കും, അപ്പോൾ അത് കുഴപ്പമോ, അല്ലെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രവർത്തിക്കാൻ പറ്റാത്തതുകൊണ്ട് കുഴപ്പമോ, ഇതെന്തെങ്കിലും വരും. അത് വരുന്നത് എന്താ? ആശയങ്ങൾ ഉള്ളിലുള്ളതുകൊണ്ട്, കള്ളത്തരം ഉള്ളതുകൊണ്ട്, ധർമ്മത്തിനെതിരായിട്ട് ആശയങ്ങളുള്ളതുകൊണ്ടാണ്. ധർമ്മം പാലിച്ച് വരുന്ന ആളിനും തീരുമാനം എടുക്കാൻ, തീരുമാനം നടപ്പിലാക്കലൊക്കെ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ സംഭവിച്ചോളൂ. മനസ്സിലാവും. ചാണകം ഇടണോ വേണ്ടോ എന്ന് ആലോചിക്കുന്ന പശുവിനെ കണ്ടിട്ടുണ്ട്. നമ്മൾ ആലോചിക്കും 2 പ്രാവശ്യം കക്കുതി പോകണോ വേണ്ടത്. നമുക്ക് എല്ലാം ആലോചനയാണ്, എല്ലാം ആലോചിച്ചിരിക്കുക. ജീവിക്കുന്നുണ്ടോ ആരെങ്കിലും? 24 hours ഈ ആലോചനയില്ലേ? ജീവിക്കാൻ എന്ത് രസം, ഒന്നും ചെയ്യണം, ചുമ്മാ ഇരുന്ന 5 ഇന്ദ്രിയങ്ങളിൽ കൂടെ അങ്ങോട്ട് നോക്കുമ്പോൾ ഉള്ള ഡേറ്റ അല്ല ഇങ്ങോട്ട് നോക്കുമ്പോൾ കിട്ടുന്നത്. ആ ഡേറ്റ അല്ല ഇങ്ങോട്ട് നോക്കുമ്പോൾ കിട്ടുന്നത്. ഇങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ പുതിയ ഡേറ്റ കയറിക്കൊണ്ടിരിക്കുകയല്ലേ, പിന്നെ എങ്ങനെ മടുക്കുന്നത്? പക്ഷെ ആലോചിക്കുന്ന ആളിനെ ഇതെല്ലാം ബുക്ക്, ഇതെല്ലാം മുറിയല്ലേ, എന്താ കാണാൻ. അപ്പൊ അത്രയും ഉള്ളിലോട്ട് വരുന്നതോറും നമ്മൾ അത്രയേറെ ഫ്രഷ് ആവും, അവയർനെസ്സിലേക്ക് വരുന്നു. മടുപ്പൊന്നും ഉണ്ടാവും. ചിന്തിക്കുന്ന ആളുകൾക്കാണ് മടുപ്പുണ്ടാവും. നിങ്ങളുടെ മുറ്റം, എന്നും കാണുന്ന മുറ്റമല്ലേ, ഇതെന്തോ മുറ്റം, എൻ്റെ മുറ്റം. അവിടെ വെച്ച് എത്ര സ്ഥലവും മാറി കളിക്കുന്ന ഒരു കുഞ്ഞ് കാണും, അവൻ അതിൻ്റെ കൂടെ കളിക്കും. അവനെ സംബന്ധിച്ച് ഓരോ ദിവസവും ഓരോ ഇതാണ്. അവന് പാസ്റ്റിൽ ആക്രമിക്കപ്പെടുന്നില്ല. നമുക്കറിയാം, എന്താ നമ്മുടെ വീടല്ലേ, മൈൻഡിനകത്താണ്, ആശയങ്ങളിലാണ്. അപ്പം ജീവിക്കുന്നില്ല, മനസ്സിലിങ്ങനെ ആശയങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഫ്രഷ് ആവാൻ പറ്റത്തില്ല, ഫ്രഷായിട്ടിരിക്കണം എപ്പോഴും. എന്തിനാണ് അതെല്ലാം തലേ കൊണ്ട് കിടക്കുന്നത്? ഒരുപാട് ആശയങ്ങൾ, ആത്മീയതയിൽ, ദൈവത്തെക്കുറിച്ച്, ഈശ്വരനെ കുറിച്ച് ഒന്നും ഒരാശയം വേണ്ട. ഫുള്ള് ഫ്രീ ആയിട്ടിരിക്കുക. അതാണ് ശുദ്ധമായിട്ടിരിക്കുക. സന്യാസം എന്ന് പറഞ്ഞാൽ അതാണ് സന്യാസം. എല്ലാം ആശയം ഉപേക്ഷിക്കുക. കർമ്മഫല ത്യാഗമാണ് അർജുന സന്യാസം എന്ന് ഗീതയിൽ ഭഗവാൻ പറഞ്ഞ ആ അർത്ഥത്തില്ല. ഒരാശയവും വേണ്ട. നന്മ തിന്മകളുടെ ആശയങ്ങൾ പോലും വേണ്ട. നമ്മൾ പ്രവർത്തിച്ചാൽ മതി നന്മയോട്, നന്നായിട്ട്. ബോധം വരുമ്പോഴാണ് നന്മയായിട്ട് പ്രവർത്തിക്കാൻ പറ്റും. ബോധവാനായിട്ടിരിക്കുക. അത് ഒരാശയമാക്കിയേ പോയി. അല്ലാതെ ബോധത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങൾ നടക്കും.